بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഖുർആനിലും ഹദീസുകളിലും വിശദമായി പ്രതിപാദിക്കപ്പെട്ട ഓരോ മുസ്ലിമീങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ, 6 അടിസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 6 അടിസ്ഥാനങ്ങൾ എന്നുള്ളത് സലഫുകൾക്കിടയിൽ ഇജ്മാ ഉള്ള, എന്നുവെച്ചാൽ തർക്കമില്ലാത്ത, അഭിപ്രായ വ്യത്യാസമില്ലാത്ത 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ 6 കാര്യങ്ങൾ പറയാനുള്ള കാരണം, നമുക്കറിയാം ദീനുൽ ഇസ്ലാമിൽ മറ്റൊരുപാട് അടിസ്ഥാനങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപന രീതിയാണ് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അതിന്റെ എണ്ണം എന്ത് ചെയ്യും, നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുമെന്നുള്ളത്. അലൈക്കും അസ്സലാം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, ഒരാളെ തകർത്ത് കളയുന്ന 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, അതിനെ നിങ്ങൾ വെടിയണം എന്ന് ആദ്യം എണ്ണം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാം, പിന്നെ 7 കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന രീതിയിൽപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ കാര്യത്തെ പെട്ടെന്ന് മനസ്സിലാക്കാനും മനസ്സിൽ ഓർത്തു വെക്കാൻ സഹായിക്കുന്ന എണ്ണം പറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന രീതിയിൽപ്പെട്ടതാണ്. അപ്പൊ അതുപോലെയാണ് നമ്മളിവിടെ 6 അടിസ്ഥാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതുപോലത്തെ ഈ ഒരു ഉദ്ദേശമാണ്. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, മനഃപ്പാടമാക്കിയിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ. ആ 6 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അലൈക്കും അസ്സലാം. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ആമുഖമായിട്ട്. ഈ 6 കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 6 എണ്ണമേ പ്രധാനമായിട്ടുള്ളൂ എന്നതല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട 6 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതിൽ ഏറ്റവും ഒന്നാമത്തെ അടിസ്ഥാനം എന്നുള്ളത് നമുക്കറിയാം, ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറയേണ്ട കാര്യം, എപ്പോഴും നമ്മൾക്ക് എത്ര കേട്ടാലും മതിയാകാൻ പാടില്ലാത്ത കാര്യം എന്താ? തൗഹീദ്. ഒന്നാമത്തെ കാര്യം തൗഹീദ് തന്നെ. ഒന്നാമത്തെ കാര്യം തൗഹീദ് തന്നെ. എന്താണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, തൗഹീദ് എന്ന് വെച്ചാൽ, വാഹിദ് എന്ന് വെച്ചാൽ അറബിയിൽ ഒന്ന്. വാഹിദ് പറഞ്ഞാൽ ഒന്ന്. വഹദ പറഞ്ഞാൽ ഒന്നാക്കി. വഹദ എന്ന് പറഞ്ഞാൽ ഒന്നാക്കി. അപ്പൊ ഈ ഒന്നാക്കി എന്നുള്ളതിന്റെ മസ്ദർ എന്ന് വെച്ചാൽ ഒന്നാക്കൽ, ഒരുവനാക്കൽ, ഏകനാക്കൽ. ഇതാണ് തൗഹീദിന്റെ അർത്ഥം. ഇതാണ് തൗഹീദിന്റെ അർത്ഥം. തൗഹീദ് കൊണ്ട് ഭാഷാപരമായിട്ട് ഇതാണ് അർത്ഥമെങ്കിലും ദീനിൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ? ദീനിൽ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെത് മാത്രമാണ്, അവന് മാത്രം അവകാശപ്പെട്ടതാണ് വലൈക്കും സലാം എന്ന് പഠിപ്പിച്ചെന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അള്ളാഹുവിൻ്റെത് മാത്രമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇങ്ങനെയുള്ളൂ, അല്ലെങ്കിൽ ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ചില കാര്യങ്ങൾ ഖുർആനിലൂടെ ഹദീസുകളിൽ പഠിപ്പിച്ചു തന്നിട്ട്, ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമാക്കലാണ്, അത്തരം കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം ഉണ്ടെന്ന് വിശ്വസിക്കലാണ്, അവന് മാത്രം നൽകലാണ് തൗഹീദ്. അത്രേ ഉള്ളൂ. അതായത് അള്ളാഹുവിന്റെ മാത്രമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രമുണ്ടെന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ, ഈ അലൈക്കും സലാം, ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകാം.
ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം. ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുകയോ അതിനടിസ്ഥാനത്തിലുള്ള സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല. ഇതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പറയുക, ആകാശഭൂമികളിൽ, ആകാശത്തുമില്ല ഭൂമിയിലുമില്ല, ഗൈബ് അറിയുന്നവനായിട്ട് അള്ളാഹു അല്ലാതെ ആരുമില്ല എന്ന് നബിയെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാം. അപ്പോ ഗൈബ് അറിയുന്നത് ആരുടെ മാത്രം പ്രത്യേകതയാണ്? അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത. അപ്പൊ ഈ അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് ഗൈബ് അറിയുന്ന വിശ്വസിച്ചാൽ അതെന്തായി? തൗഹീദിനെതിരായി. കാരണം എന്താ? ഗൈബ് അറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത, അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത. എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? അത് ഗൈബിൽപ്പെട്ടതാണ്. നമ്മളെപ്പോഴാണ് മരിച്ചു പോവുക? അത് ഗൈബിൽപ്പെട്ടതാണ്. നാളെന്താ സംഭവിക്കുക? ഗൈബിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഗൈബായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ അറിയുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ അറിയുകയുള്ളൂ. അത് വേറെ ആർക്കെങ്കിലും കൂടി അറിയും. നമ്മൾ അള്ളാഹുവിനെ അറിയില്ല എന്ന് വിശ്വസിച്ചാലല്ല തൗഹീദിനെതിരാവും. ശ്രദ്ധിക്കണേ, അള്ളാഹുവിനെ അറിയില്ല എന്ന് വിശ്വസിച്ചാലല്ല തൗഹീദിനെതിരാവും. അള്ളാഹുവിനും അറിയും, പിന്നെ ഈ ഉസ്താദിനും അറിയും, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖിനും അറിയും, അല്ലെങ്കിൽ ഇന്ന ആൾക്കും അറിയും, അല്ലെ? അങ്ങനെ കുറെ ആൾക്കാരില്ല. അമ്മയുണ്ട്, ഉമ്മയുണ്ട്, ഹോജയുണ്ട്, ഉപ്പാപ്പുണ്ട്, കുറെ തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോ അള്ളാഹുവിനും അറിയും, ഇയാൾക്കും അറിയുന്ന വിശ്വസിച്ചാൽ അവിടെ എന്തായി? അള്ളാഹ് ഒന്ന്, ഇയാൾ രണ്ട്. അപ്പൊ തൗഹീദിനെതിരായി. തൗഹീദ് പറഞ്ഞാൽ ഒന്നാക്കണം. ഇവിടെ നമ്മൾ രണ്ടാണാക്കി. മനസ്സിലായോ? അപ്പൊ അത് തൗഹീദിനെതിരാണ്. അള്ളാഹുവിനെ അറിയുള്ളൂ. ലാ യഅലമു മൻ ഫിസ് സമാ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ വേറെ ആർക്കും അറിയില്ല. അപ്പൊ ആകെ അള്ളാഹുവിനെ അത് അറിയുള്ളൂ എന്ന് വിശ്വസിക്കണം. അതാണ് തൗഹീദ്. ഇതേപോലെ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പൊ ഏതുപോലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു. അല്ലാഹുവിന് പുറമെ ജനങ്ങൾ, എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ട് അല്ലാഹു പറയാം, യാ അയ്യുഹന്നാസ് എന്നായത്തോടണം. എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ എന്തിനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അത് എന്ത് ശക്തി ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, വലിയ ആയിക്കോട്ടെ, വിഗ്രഹം ആയിക്കോട്ടെ, കല്ലായിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ലൈ യഖ്ലുഖൂ ദുബാബൻ, അവരെന്ത് ചെയ്യില്ല, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കൂല. വല വിജിത്തമഊ ലഹു, അവരതിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് പരിശ്രമിക്കുന്നെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു ഈച്ചയെ പോലും ഉണ്ടാക്കാൻ സാധിക്കും. എന്നുവെച്ചാൽ സൃഷ്ടിക്കുക എന്നുള്ളത് ആരുടെ മാത്രം പ്രത്യേകതയാണ്? അള്ളാഹുവിന് മാത്രം പ്രത്യേകതയാണ്. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഹൈഡ്രജനും ഓക്സിജനും ചേർത്തി ഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് വെള്ളം ഉണ്ടാക്കുന്ന പരിപാടിയല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു കാര്യത്തെ ഉണ്ടാക്കുന്നതിന് എന്തു പറയാ? സൃഷ്ടിക്കുക എന്ന് പറയാം. അങ്ങനെ സൃഷ്ടിക്കാൻ ആർക്കേ സാധിക്കുകയുള്ളൂ? അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അള്ളാഹുവിനേ ഉള്ളൂ, അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹ് പറഞ്ഞാണ്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ്, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കി, എന്നോട് നിങ്ങൾ ചോദിക്കി, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉത്തരം നൽകാം. നിങ്ങൾ എന്നെ വിളിക്കൂ, എന്നോട് നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിച്ചാൽ ഉത്തരം നൽകും. ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ഉറപ്പാണ്, ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉത്തരം നൽകാം. അപ്പൊ നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന് മാത്രമാണ്.
ഇപ്പൊ വേറെ ആർക്കെങ്കിലും അതിന് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്തായി? അത് തൗഹീദിനെതിരായി. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കൗമിനോട് ദഅവത്ത് ചെയ്യുന്ന എങ്ങനെ ദഅവത്ത് ചെയ്യുന്ന? ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവര് കേൾക്കുന്നുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുക എന്നുള്ളത് ആരുടെ മാത്രം പ്രത്യേകതയാണ്? അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അല്ലെ? ഇവിടെ നിന്ന് പല ആളുകൾക്ക് ബദരീങ്ങളെ അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിക്കുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് എവിടെയുള്ളത്? ഇറാഖിൽ ഏതോ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇപ്പൊ ഇത്രയും ദൂരെ നിന്ന് എത്രയോ നൂറ്റാണ്ട് മരണപ്പെട്ടു പോയ ഒരാൾ കേൾക്കുമെന്ന് വിശ്വസിക്കുമ്പോ അത് സാധാരണ ഒരു മനുഷ്യൻ കേൾക്കുന്ന പോലെ കേൾക്കുന്നല്ലോ അവൻ കരുതുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി മാത്രം പഠിപ്പിച്ചുന്ന ഒരു കാര്യം ആണെന്ത്? എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും എപ്പോ വിളിച്ചാലും കേൾക്കുന്നുള്ളത്. അതേപോലെ മൊഹീദ്ദീൻ ഷെയ്ഖിനും കേൾക്കുന്നുള്ള വിശ്വാസം അതെന്തിനെതിരാണ്? തൗഹീദിനെതിരാണ്. നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രം. ഇത് അങ്ങനെ വിശ്വസിക്കൽ എന്താണ്? അതാണ് തൗഹീദ്. അതിനെതിരായിട്ട് മറ്റാർക്കെങ്കിലും അത് കേൾക്കാൻ സാധിക്കുന്നു വിശ്വസിക്കൽ അതെന്താണ്? തൗഹീദിന് എതിരാണ്. അതുപോലെ തന്നെ തൻഫഊനകും ഔ തദുറൂൻ ഔ യൻഫഊനകും ഔ യദുറൂൻ. ആയത്തിന്റെ ബാക്കി എങ്ങനെ? ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നെ ചോദിക്കുന്നത്, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവർ ഉപദ്രവിക്കുമോ? ഇത് രണ്ടും സാധിക്കുമല്ലോ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു കാര്യത്തിനും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അള്ളൊരു ഉപകാരം നമ്മൾക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏതൊക്കെ ആരാധ്യന്മാർ ചേർന്നാലും ആ ഉപകാരം നമ്മളിലേക്ക് തടയാൻ സാധിക്കൂല. അള്ളാഹു നമ്മൾക്കൊരു ഷർറ് എത്തിക്കാൻ അള്ളാഹു വിചാരിച്ച് ഖദറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ എല്ലാ ശക്തികൾക്ക് ചേർന്നിട്ട് ആ ഷർറ് നമ്മുടെ ജീവിതത്തിൽ തടയാനും സാധിക്കൂല. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ മാത്രമായിട്ടുള്ള പ്രത്യേകതകൾ ഇതെല്ലാം അള്ളാഹുവിനേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? തൗഹീദ് പറയുമ്പോൾ ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ളത് ആർക്കേ ഉള്ളൂ? അള്ളാഹുവിനേ ഉള്ളൂ. അതാണ് തൗഹീദിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ടാണ് ഷഹാദത്ത് കലിമയായിട്ട് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ലാ ഇലാഹ ഇല്ലതിന്റെ അർത്ഥം? ഇബാദത്ത് ആരാധനയ്ക്ക് അർഹനായി, ഇബാദത്ത് നൽകപ്പെടാൻ യോഗ്യനായി അള്ളാഹു അല്ലാതെ വേറെ ബാക്കി ആർക്കും അതിനെന്തില്ല? അർഹതയില്ല. ബാക്കി ആർക്കും ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ള അള്ളാഹുവിന് മാത്രം. ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങൾ, അള്ളാഹുവിനേ ഉള്ളൂ എന്ന് വിശ്വസിക്കലും അതിനനുസരിച്ചിട്ടുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളൊക്കെ തൗഹീദും. അതിനെതിരാകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിനുണ്ട് വേറൊരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദിന് എതിരാവുകയും ചെയ്യും. ഇതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ചുരുക്കം അതാണ്. അപ്പൊ ഈ തൗഹീദിന്റെ പ്രാധാന്യവും അതിന്റെ ഇല്ലാതിരുന്നാലുള്ള അപകടമൊക്കെ നമ്മൾ പല സമയത്തും പല സന്ദർഭങ്ങളും കേട്ടിട്ടുണ്ട്, അല്ലെ? തൗഹീദ് ഉള്ള ഒരാൾ അയാൾക്ക് ആ തൗഹീദ് കൊണ്ട് കിട്ടാവുന്നതിനേക്കാൾ നേട്ടങ്ങൾ വേറൊരു കാര്യം കൊണ്ടും എന്തിയില്ല, അയാൾക്ക് കിട്ടുകയില്ല. തൗഹീദ് കൊണ്ട് കിട്ടാവുന്നതിനേക്കാൾ നേട്ടങ്ങൾ ഒരാൾക്കും മറ്റൊരു കാര്യം കൊണ്ടും കിട്ടുകയില്ല. ഉദാഹരണത്തിന് തൗഹീദ് ഇല്ലാത്ത ഒരാൾ ഒരു കാലത്തും നരകത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല. തൗഹീദ് ഇല്ലാത്ത ഒരാൾ ഒരു കാലത്തും നരകത്തിൽ നിന്ന് പുറത്തു കിടക്കും. എത്ര കാലം അവൻ നരകത്തിൽ നിന്ന് കിടന്നാലും അതിന് ശിക്ഷ അനുഭവിച്ചാലും അവന് വേറെ എന്തൊക്കെ അമലുകൾ ഉണ്ടെങ്കിലും അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ ക്വാളിറ്റികൾ ഉണ്ടെങ്കിലും ഒരുത്തന് തൗഹീദ് ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല? നരകത്തിൽ നിന്ന് ഒരു കാലത്തും പുറത്തു കിടക്കൂല. നരകത്തിന് പുറത്ത് കടന്നാൽ ഇവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. അപ്പൊ അവൻ എന്ത് ചെയ്യില്ല? സ്വർഗത്തിലും ഒരു കാലത്തും പ്രവേശിക്കൂല. അവനൊരു കാലത്തും സ്വർഗത്തിലും പ്രവേശിക്കൂല.
അത് മാത്രല്ല, തൗഹീദ് ഉണ്ടെങ്കിൽ വേറെ കുറെ ഗുണങ്ങളുണ്ട്, വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നമ്മളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തിന്മല്ലേ, നമ്മളെല്ലാവരും ഞാനടക്കം ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോകുന്ന ആളുകളാണ്. ഈ തെറ്റുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരാൻ റഹ്മാനായ റബ്ബ് അവന്റെ റഹ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തൗബ നിശ്ചയിച്ചിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുസീബത്തുകൾ, സ്വാലിഹായ അമലുകൾ, അങ്ങനെ പല കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അലൈക്കും സലാം. പല കാര്യങ്ങളും നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? തൗഹീദാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നത് എങ്ങനെയാണ്? അല്ലാഹു പറയും, യബ്ന ആദം, ആദമിന്റെ മകനെ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, ആദമിന്റെ മകനെ, മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, നീ ഭൂമിയോളം തിന്മയുമായി എന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. പക്ഷെ ഖിയാമത്ത് നാളിൽ ഒരാൾ റബ്ബിനെ കണ്ടുമുട്ടുന്നത് ഭൂമിയോളം തിന്മയേറ്റാണ്. സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? എന്നിൽ ഒരു കാര്യത്തെയും ശിർക്ക് വെക്കാതെ, എന്നിൽ ഒരു കാര്യത്തെയും ശിർക്ക് വെക്കാതെയാണ്. അങ്ങനെയാണെങ്കിൽ ലാതൈതുക ബിഖുറാബിഹാ മഗ്ഫിറത്ത്, ഞാൻ ഈ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി നിന്റെ അടുക്കലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച്. പക്ഷെ ആലോചിച്ച് വെക്കണം, ഈ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കണ്ടുമുട്ടാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഷിർക്ക് കലരാതെ തൗഹീദിനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു കണ്ടീഷനും പറഞ്ഞില്ല. അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ് ഷിർക്ക് എന്നുള്ളത്. ഇനി അത് മാത്രമല്ല, തിന്മകളുടെ കാര്യം പറയും. നന്മകളുടെ അവസ്ഥയാണെങ്കിലോ, ഷിർക്ക് കലർന്ന ഒരാളുടെ നന്മകൾ, അവന്റെ നന്മകൾ എന്ത് ചെയ്യില്ല? ആഖിറത്തിൽ അവന് ഉപകരിക്കൂല. ആഖിറത്തിൽ അവന് ഉപകരിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ഷിർക്ക് ചെയ്ത ആളുകൾ, അവരെ പറ്റി അല്ലാഹു പറയാണ്, അവരുടെ അമലുകളിലേക്ക്, അവർക്ക് ഒരുപാട് അമലുകളുണ്ട്, അവരുടെ അമലുകളിലേക്ക് നാം തിരിയുകയും ചിതറിത്തെറിക്കുന്ന ധൂളികൾ പോലെ. ഈ വെയിലൊക്കെ അടിക്കുമ്പോൾ രാവിലെ റോട്ടിൽ കൂടെ ഇങ്ങനെ പൊടിയൊക്കെ പടലങ്ങളൊക്കെ പറക്കുന്ന കാണാം. അതുപോലെ എന്ത് ചെയ്യും? അവരുടെ അമലുകളാക്കി തീർക്കും. എന്നുവെച്ചാൽ ആ അമലുകൾക്ക് കനം ഉണ്ടാവില്ല മീസാൻ, യാതൊരു ഗുണവും അവർക്ക് എന്ത് ചെയ്യില്ല, അത് ചെയ്യുകയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തൗഹീദിന്റെ ശ്രേഷ്ഠതകൾ, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോ ഈ ഒരു കാര്യം വളരെയധികം എന്ത് ചെയ്യണം, ഇതിങ്ങനെ കുറെ പറയുമ്പോൾ നമുക്കൊരിക്കലും എന്തുണ്ടാവരുത്, എപ്പോഴും ഉസ്താദ് ഇങ്ങനെ തൗഹീദ് തന്നെ പറയാൻ, അന്ന് പോയപ്പോഴും തൗഹീദ് പറയണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങനെ ഒരു മടുപ്പ് നമുക്കൊരിക്കലും തൗഹീദിനെ പറ്റി ഉണ്ടാവാൻ പാടില്ല. തൗഹീദ് പറ്റി നമുക്കൊരിക്കലും അങ്ങനെ ഒരു മടുപ്പ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമുക്കറിയാം, തൗഹീദിന്റെ ഇമാമാണ്, ഏറ്റവും വലിയ മുവഹിദ. തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച അവസാനത്തെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ദഅവത്ത് തുടങ്ങിയ തൗഹീദ് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, ആദ്യത്തെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിസ്കാരം പോലും നിർബന്ധമാക്കുക. അതിനിടയിൽ തൗഹീദ് മാത്രമാണ് ദഅവത്ത്, വേറൊന്നും പറയാനില്ല. പിന്നെ അടിസ്ഥാനപരമായ സ്വഭാവ മര്യാദകൾ പലതും ഉണ്ടാവുന്നല്ലാതെ ഏറ്റവും ബേസിക് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഹീദ് തന്നെ. ഈ ഇത്രയും കാലഘട്ടം കഴിഞ്ഞ് പിന്നെ മദീനത്തേക്കൊക്കെ എത്തി, നമുക്ക് ചരിത്രമൊക്കെ അറിയാം. ഹിജറയൊക്കെ പോയി, അതിനുശേഷം മദീനത്ത് വെച്ചിട്ടാണ് അല്ലാഹു ആയത്ത് ഇറക്കുന്നത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദേ, റസൂലെ, താങ്കൾ അറിയണം, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധനക്ക് അർഹനായി മറ്റാരും ഇല്ല എന്നറിയണം എന്ന് അല്ലാഹു ആയത്ത് ഇറക്കുന്നത് മദീനത്ത് വെച്ചിട്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചിന്തിച്ചില്ല, ഞാൻ ഇത്രയും കാലം തൗഹീദ് പറഞ്ഞ് ഇത്രയൊക്കെ ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹ് എന്തിനാ എനിക്കിപ്പോ തൗഹീദിന്റെ ആയത്ത് ഇറക്കുന്ന, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതിനേക്കാൾ വലിയ മുവഹിദൊന്നും അല്ലല്ലോ നമ്മള്. നമുക്കൊരിക്കലും എന്തുണ്ടാവാൻ പാടില്ല,
തൗഹീദ് കേൾക്കുന്നതിൽ അത് മാത്രമല്ല, പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ തൗഹീദിനെ പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറയാതിരുന്നു കഴിഞ്ഞാൽ, അതിനെ എതിരാകുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് സൂചിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റ് തിന്മകൾ കടന്നു വരുന്നതിനേക്കാൾ വേഗത്തിൽ കടന്നു വരുന്നത് ശിർക്കെന്നുള്ളത്. പഠിപ്പിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ, ഓർമ്മിപ്പിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റ് തിന്മകൾ കടന്നു വരുന്നതിനേക്കാൾ വേഗത്തിൽ ശിർക്ക് കടന്നു വരും. അലൈക്കും സലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശിർക്കിനെ സംബന്ധിച്ച് സന്ദർഭം കിട്ടുമ്പോൾ, സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ ശിർക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ, തൗഹീദുള്ളവനായാൽ അവനെന്തായി? അവൻ അപ്പോഴേ ഒരു മുസ്ലിം ആവുന്നുള്ളൂ. അവനപ്പോഴേ ഒരു മുസ്ലിം ആവുന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നീടാണ്. ഏറ്റവും ഒന്നാമത് തൗഹീദാണ്. നമുക്കൊരാൾക്ക് നന്നാവണല്ലേ? ചില ആളുകൾ, എനിക്ക് കുറെ കാലം നിസ്കരിക്കും, പക്ഷെ എനിക്ക് മനസ്സിനൊരു റാഹത്ത് കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. ഇതിനൊക്കെ ഏറ്റവും ആദ്യം വേണ്ട തൗഹീദാണ്. ഒരാളുടെ നന്നാവലിന്റെ ഏറ്റവും അടിസ്ഥാനം, ഏറ്റവും ഒന്നാമത്തെ പടി എന്നുള്ളത്, സ്റ്റെപ്പ് എന്നുള്ളത് തൗഹീദ് സ്വീകരിക്കാം. ശിർക്ക് വെടിയലാണ്. ഇങ്ങനെ തൗഹീദിനെ പറ്റി പറഞ്ഞാൽ ഇത് അവസാനിക്കില്ല. ഒരുപാട് ദുനിയാവിലും ആഖിറത്തിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റൊരു കാര്യമില്ല. അതുപോലെ തന്നെ തിരിച്ചു, ശിർക്ക് ദുനിയാവിലും ആഖിറത്തിൽ നമ്മൾ ഇതിനേക്കാൾ പേടിക്കണം മറ്റൊരു കാര്യമില്ല, അല്ലേ? തൗഹീദിന്റെ ഇമാമായ ഹനീഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൗഹീദിന്റെ വിഷയത്തിൽ അള്ളാഹു മാതൃകയായി നിശ്ചയിച്ചു കൊടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുർ റഹ്മാൻ, ആ ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിനോട് നടത്തിയ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും അതിന്റെ പേരിൽ നേരിട്ട പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം, ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാം മരിക്കാനായ സന്ദർഭത്തിൽ, ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ എന്താ? റബ്ബി ജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ തടയണമേ, മാറ്റി നിർത്തണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെങ്ങനെയാണ് പേടിക്കാതിരിക്കാൻ സാധിക്കുക? ഇബ്രാഹിം അലൈഹിസ്സലാമിനെക്കാളും വലിയ മുവഹിദൊന്നുമല്ലല്ലോ നമ്മൾ, ആണോ? നമുക്ക് പേടിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ വഴികളിലൂടെയും ശിർക്ക് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എല്ലാ വഴികളിലൂടെയും, അല്ലെ? പല ആളുകളും വിനോദത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഗെയിമുകള്, കളികള്, അതുപോലെ തന്നെ സിനിമ, സീരിയലുകള്, പാട്ടുകളിൽ പോലുണ്ട് എന്ത്? ശിർക്കും കുഫറും. അലൈക്കും സലാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ജാഗ്രത കാണിക്കണം തൗഹീദിന്റെ വിഷയത്തിൽ. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും തൗഹീദ് നമുക്ക് എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്ത വസിയത്ത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്ത വസിയത്ത് എന്താ? നീ ഇങ്ങനെ കുത്തി നുറുക്കപ്പെട്ടാലും, അരിഞ്ഞ് കഷ്ണങ്ങളാക്കപ്പെട്ടാലും, നീ കത്തിക്കപ്പെട്ടാലും എന്ത് ചെയ്യരുത്? അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും നീ ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് തൗഹീദിന്റെ വിഷയം. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ സമ്പത്ത് തൗഹീദാണ്. അപ്പൊ അതിന്റെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും അധികം സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ അടിസ്ഥാനം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അലൈക്കും സലാം നമ്മളോട് എല്ലാവരോടും പഠിപ്പിച്ചെന്ന ഒന്നാമത്തെ കൽപ്പന നമ്മൾ പറഞ്ഞു, തൗഹീദ് പാലിക്കുക, ശിർക്ക് ഒഴിവാക്കുക. രണ്ടാമത്തെ കൽപ്പന അള്ളാഹു നമ്മളോട് കൽപ്പിച്ച പ്രധാനപ്പെട്ട, വേറെയും കൽപ്പനകളുണ്ട്, ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കൽപ്പന എന്നുള്ളത് ദീനിൽ ഭിന്നിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദീനിൽ ഭിന്നിക്കാതിരിക്കുക എന്നുള്ളത്. ദീൻ എന്താണ്? നമുക്കറിയാം, ഒരല്ലാഹു അല്ലേ?
അള്ളാഹു ഇറക്കിയ കിതാബ് ഖുർആൻ, ഒരൊറ്റ കിതാബ് ഖുർആനിൽ ഇറക്കിയിട്ടുള്ളൂ അല്ലെ? അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച റസൂലും ഒരൊറ്റ റസൂലാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ദീൻ ഒരൊറ്റ ദീനാണ്. ആ ദീനനുസരിച്ച് ജീവിച്ച സഹാബത്ത് എല്ലാവരും ഒരൊറ്റ ആദർശത്തിലായിരുന്നു. ആ സഹാബത്ത് അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതും ഒരൊറ്റ ആദർശം. ഈ ഒരു ആദർശം ഉണ്ടല്ലോ, അള്ളാഹു ഇറക്കിയ ഖുർആനിൽ പഠിപ്പിച്ചു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്ന സ്വഹാബത്തിനെ ഏതൊരവസ്ഥയിലാക്കിയിട്ടാണ് തൃപ്തിപ്പെട്ട് മരണപ്പെട്ടത്, ആ ഒരു ആദർശം, ആ ഒരു ആദർശത്തിൽ ആരൊക്കെ ആകാതെ ബാക്കി നിൽക്കുന്നുണ്ടോ അവരാണ് ഈ ഉമ്മത്തിലെ ഭിന്നിപ്പിന്റെ ആളുകൾ. ശ്രദ്ധിക്കണേ, ആ ഒരു ആദർശത്തിൽ കടന്നു വരാതെ, ആ ഒരു ആദർശം സ്വീകരിക്കാതെ, ആ ഒരു ആദർശത്തിലാകാതെ നിൽക്കുന്ന ആളുകളൊക്കെ എന്തിന്റെ ആളുകളാണ്? അവരൊക്കെ ഈ മുസ്ലിം സമൂഹത്തിന് ഭിന്നിപ്പിക്കുന്ന ആളുകൾ. നമ്മൾ ആളുകൾ നേരെ തിരിച്ചാ പറയാം. തൗഹീദ് പറയുന്നവര്, നിങ്ങൾ തൗഹീദ് പറഞ്ഞിട്ട് ആൾക്കാർ തമ്മിൽ തെളിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചു. എന്തുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അതുവരെ മക്കക്കാര് എന്താ പറയാ, എല്ലാരും അവരവരുടെ ഹാലിൽ ഇങ്ങനെ നടക്കുകയാണ്, ഒരു വലിയൊരു കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടി, അള്ളാഹു തൗഹീദ് കൽപ്പിച്ചു, പറഞ്ഞപ്പോ തൗഹീദ് പറയാൻ തുടങ്ങിയപ്പോ തൗഹീദ് അംഗീകരിക്കുന്ന ഒരു ഭാഗത്ത്, എതിർക്കുന്നൊരു വേറൊരു ഭാഗത്ത്. അപ്പൊ രണ്ട് ഭാഗമായില്ലേ? അപ്പൊ എന്തായി? ഇവര് പറഞ്ഞെന്താ, മക്കക്കാരെന്താ പറഞ്ഞ്? മുഹമ്മദ് ഫർഖുൻ ബൈനന്നാസ്, മുഹമ്മദുൻ ഫർഖുൻ ബൈനന്നാസ്, മുഹമ്മദ് ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാണ്? ഭിന്നിപ്പുണ്ടാക്കുന്നത്. ശരിക്കും ഭിന്നിപ്പുണ്ടാക്കിയത് ആരാ? ശരിക്കും ആരുണ്ടാക്കിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ എല്ലാ ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചാൽ എല്ലാവരും ഒന്നാവൂലേ? ഇല്ലേ? ശ്രദ്ധിക്കുന്നില്ല, ചോദ്യം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്യുമ്പോൾ എല്ലാ ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചാൽ എല്ലാവരും ഒന്നായില്ലേ? ഇല്ലേ? അപ്പൊ ഭിന്നിപ്പുണ്ടാക്കിയത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയ സ്വഹാബത്തോ? ആരാ ഭിന്നിപ്പുണ്ടാക്കിയത്? ഭിന്നിപ്പിന്റെ ആളുകൾ ആരാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാതെ മാറി നിന്ന ആളുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാതെ മാറി. ഇതേപോലെ തന്നെയാണ് ഇന്നും. നമ്മൾ ആളുകളോട് നിങ്ങൾ സ്വഹാബത്തിന്റെ പാതയിലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിട്ടേച്ച് പോയൊരു പാതയുണ്ട്, മാർഗമുണ്ട്. ആ മാർഗം അള്ളാഹ് തൃപ്തിയാണ് അവർക്കും അറിയാം. അവരും സ്വഹാബത്തിനെ പറ്റി പറയുമ്പോൾ എന്താ പറയാ? റളിയല്ലാഹു അൻഹു, അള്ളാഹു അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവര് തൃപ്തിപ്പെടാനുള്ള കാരണം എന്താ? അവരുടെ ആദർശമല്ലേ. അത് അവരുടെ കുടുംബവും പരമ്പരയും മറ്റു കാര്യങ്ങളും കൊണ്ടൊന്നുമല്ലല്ലോ. അവര് ഏതൊരു ആദർശത്തിലായതുകൊണ്ടാണോ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടത്, ആ ആദർശത്തിലേക്ക് നിങ്ങളും വരും എന്ന് പറഞ്ഞ് ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റി എന്ത് പറയും? നീ വഹാബിയാണ്, നീ എന്താണ്, അങ്ങനെയാണ് കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ ഈ ക്ഷണം സ്വീകരിക്കാതെ, ഈ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാതെ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകൾ, അവരാണ് ഈ ഉമ്മത്തിലെ ഭിന്നിപ്പിന്റെ ആളുകൾ. എന്റെ രസം എന്താന്ന് വെച്ചാല്, അവരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ തോന്നിക്കാതിരിക്കാൻ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങളെ നിങ്ങൾ ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവരെന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കും. എല്ലാവരും എന്ത് ചെയ്യും? ഒന്നിച്ചു നിൽക്കണം. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വാസ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. മുസ്ലിമീങ്ങളൊക്കെ ആകെ പ്രയാസത്തിലാണ്. ശത്രുക്കൾക്കെതിരെ, നമ്മൾ മുഖ്യ ശത്രുവിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? മുസ്ലിമീങ്ങൾ ഒന്നിക്കണം എന്ന് എന്ത് ചെയ്യും? പറയും. ആരീ പറയുന്നത്? ഭിന്നിപ്പിന്റെ ആളുകൾ. ആ പറയുന്നത് ആരാണ്? ഭിന്നിപ്പ്. അവരൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല? സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിച്ചിട്ടില്ല. സ്വഹാബത്തിന്റെ മാർഗം അവര് സ്വീകരിക്കാതെ മാറി നിൽക്കുന്ന ഭിന്നിപ്പിന്റെ ആളുകൾ, അവരുടെ പ്രധാനപ്പെട്ട തന്ത്രമാണെന്ത്? ആളുകൾക്കിടയിൽ ഞങ്ങളാണ് ഒരുമയുടെ ആളുകൾ എന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിന് തെറ്റായ ദീൻ പഠിപ്പിക്കാത്ത പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? അവർ ചെയ്യും. രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചിട്ട് എല്ലാ മുസ്ലിമീങ്ങളും അതിൽ അംഗമാകാൻ പറയും. അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർക്കുണ്ട്.
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടോ ഇങ്ങനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. മുസ്ലിമീങ്ങളെ ഒന്നാക്കാൻ സാധിക്കില്ല. മുസ്ലിമീങ്ങളെ ഒന്നാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒന്നായാൽ പോലും അത് ഹൃദയങ്ങൾ തമ്മിൽ ഐക്യമുള്ള സഹാബത്ത് ഒന്നായതുപോലെ അത്രയും അടുപ്പമുള്ളൊരൊന്നാകൽ ആകാൻ സാധിക്കില്ല. ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ഒന്നാകാൻ നമുക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അല്ലെ. പല ആളുകൾ നമ്മളെ പറ്റി പറയുന്നത് അവരും ആളുകൾക്ക് ഭിന്നിപ്പുണ്ടാക്കും, ഫിത്തനുണ്ടാക്കി നടക്കുന്ന ആൾക്കാരാണെന്ന് പറയും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? എല്ലാവരും ഒന്നായി നിൽക്കണം എന്നാണ്. പക്ഷെ എങ്ങനെയെങ്കിലും ഒന്നാകണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സഹാബത്ത് എങ്ങനെ ഒന്നായോ അങ്ങനെ തന്നെ ഒന്നാകണം നമ്മൾ ഉദ്ദേശിക്കും. അതെങ്ങനെയാ സഹാബത്ത് ഒന്നായത്? എളുപ്പം മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ എപ്പോഴും ഓതുന്ന ഒരായത്തിന് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്താണ് ആയത്തിന്റെ അർത്ഥം? മുസ്തഖീമായ സിറാത്ത് എന്ന് വെച്ചാൽ നേരായ വഴി. ആ വഴിയിലേക്ക് ഞങ്ങളെ ഹിദായത്ത് നൽകണമേ, ആ വഴി നമുക്ക് കാണിച്ചു തരണമേ. ശ്രദ്ധിക്കണം, 2 വഴിയുണ്ടോ? 3 ഉണ്ടോ? 4 ഉണ്ടോ? എത്ര വഴിയാണ് സൂറത്തിൽ അല്ലാഹ് പറഞ്ഞത്? ഒരു വഴി. ഏതാ വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന വഴി, സഹാബത്ത് പ്രാക്ടിക്കലായി കാണിച്ചെന്ന വഴി. അതേ വഴിയിൽ എല്ലാവരും പ്രവേശിച്ച എല്ലാവരും ഒന്നായില്ലേ? ഇല്ലേ? അങ്ങനെയാണ് ഒന്നാവുക. അങ്ങനെയാണ് ഒന്നാവുക. അങ്ങനെ ഒന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും അവരുടെ മറ്റുള്ള തെറ്റായ സ്വഹാബത്തിന്റെ വിശ്വാസത്തിന് എതിരാവുന്ന വിശ്വാസങ്ങൾ ഒഴിവാക്കണം. അത് അവരൊഴിവാക്കാതെ അവരുടെ മദ്ഹബിന്റെ പേരോ അല്ലെങ്കിൽ ഉസ്താദിന്റെ പേരോ സംഘടനയുടെ പേരോ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ അവർ മുസ്ലിം ഉമ്മത്തിലെ ഭിന്നിപ്പ് നിലനിൽക്കാൻ കാരണക്കാരായിത്തീരും. മുസ്ലിം ഉമ്മത്തിലെ ഭിന്നിപ്പ് നിലനിൽക്കാൻ കാരണക്കാരായിത്തീരും. മുസ്ലിം ഉമ്മത്തിലെ ഭിന്നിപ്പ് നീങ്ങുക എങ്ങനെയാ? ഈ ആളുകളൊക്കെ അവരവരുടെ ആദർശം എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യാ? സ്വഹാബത്തിന്റെ ആദർശം നോക്കി അതുപോലെ അവരുടെ ആദർശമാക്കാൻ എന്ന് തുടങ്ങിയോ അന്ന് മുസ്ലിം ഉമ്മത്ത് ഒന്നാവും. അന്നൊന്നാവും. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. സ്വഹാബത്തിന്റെ ആദർശം എന്താണെന്നുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പൂർവ്വകാലം മുതലേ പണ്ഡിതന്മാർ അത്തരം വിഷയങ്ങളെ ചുരുക്കത്തിൽ പറയാം ഇജ്മാ എന്നാണ്. ചുരുക്കത്തിൽ എന്താ പറയാ? ഇജ്മാ എന്നാണ്. മുസ്ലിം ഉമ്മത്തിലെ ഓരോ സംഘടനക്കാരും പാർട്ടികളും അല്ലെങ്കിൽ വിഭാഗങ്ങളും ഇവരൊക്കെ ഒരു ഇജ്മാഇനും ഞങ്ങൾ എതിരാകുന്നില്ല എന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരൊറ്റ സിറാത്തിലാണ്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മുസ്ലിമീങ്ങൾക്ക് ഒന്നിക്കുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പല മതക്കാർക്ക് ഒന്നിക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല. എന്തിലൊന്നിക്കുക, എങ്ങനെ ഒന്നിക്കുക. ഒന്നിക്കണം എന്ന് പറയുന്നവർക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഒന്നിക്കണം എന്നുള്ളത്. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനല്ല. എന്തിലൊന്നിക്കണം, എങ്ങനെ ഒന്നിക്കണം, കൃത്യമായ മാനദണ്ഡമുണ്ട്. ഇജ്മാ എന്ന് പറയാം. അത്തരം ഇജ്മാകളിൽ ഒന്നിനോട് പോലും എതിരാകാതിരിക്കുമ്പോ എന്തായി? എല്ലാ മുസ്ലിമീങ്ങളും ഒരു ഇജ്മാഇനും എതിരാകാതിരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും എന്താവും? ഒന്നാവും. അത്ര എളുപ്പമാണ് ദീൻ ഇസ്ലാമിൽ ഒന്നാവുക എന്ന് പറഞ്ഞത്. ഒന്നാവുക എന്ന് പറഞ്ഞാൽ ഇത്രയും എളുപ്പമാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇജ്മാഅകൾക്ക് എതിരാകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ. അവരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ. അവർക്കത് പറഞ്ഞു കൊടുക്കണം. ഇജ്മാഅകൾക്ക് എതിരാകുന്ന ആളുകൾ നിങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഭിന്നിപ്പിന്റെ ആളുകൾ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ഒന്നാകാൻ നമുക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഈ ഒന്നാകാൻ നമുക്ക് തടസ്സമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അള്ളാഹുവിന്റെ കൽപ്പന വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ കയറിൽ ഒരുമിച്ച് മുറുകെ പിടിക്കണം, ഒരുമിച്ച് പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ വേറെ വേറെ ആയിട്ട് മാറി നിൽക്കാൻ പാടില്ല, ഭിന്നിച്ചു പോകാൻ പാടില്ല.
ഒരിക്കലും നമ്മൾ പറയുന്നില്ല ഞങ്ങളുടെ കൂടെ വരണം, അല്ലെങ്കിൽ എന്റെ പിന്നാലെ നിൽക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മദ്രസയിലേക്കാകണം, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരിക്കലും നമുക്ക് പറയാനില്ല. മറിച്ച് എല്ലാവർക്കും ഒന്നാകണമെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ. അതങ്ങനെയാണ്. നിങ്ങൾ വേറെന്ത് ചെയ്തിട്ട് കാര്യമില്ല. മുസ്ലിം ഉമ്മത്തിനെ ഒന്നിപ്പിക്കാൻ വേറൊരുപാട് പണികൾ നടത്തുന്ന പല ആൾക്കാരുണ്ട്. അവരുടെ ഈ പ്രയത്നങ്ങളൊക്കെ വെറുതെയാണ്. അത് ചരിത്ര സാക്ഷിയാണ്. എത്ര ആളുകൾ എന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങളെ ഒന്നാക്കാൻ. പല തരത്തിലുള്ള പ്രയത്നങ്ങൾ പല ആളുകളും പല സന്ദർഭങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, മുസ്ലിമീങ്ങളെ ഒന്നാക്കാൻ സാധിക്കില്ല. എങ്ങനെയല്ലാതെ? സ്വഹാബത്ത് എങ്ങനെ ഒന്നായോ അങ്ങനെയല്ലാതെ. സ്വഹാബത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയോ? വളരെയധികം ശത്രുതയുള്ള, പരസ്പരം ഒന്നിക്കാൻ വളരെയധികം, ഒരിക്കലും ആൾ ചിന്തിക്കൂല അവരുടെ അവസ്ഥ കണ്ട് ഇവർ ഒന്നിക്കും എന്നുള്ളത്. അത്രയധികം ശത്രുതയിലും വൈരാഗ്യത്തിലും ഉണ്ടായിരുന്ന ആളുകളായിരുന്നു സ്വഹാബത്ത്. ആ സ്വഹാബത്ത് വളരെയധികം എന്താ പറയാ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ നിന്നത് എങ്ങനെയാണോ അങ്ങനെയല്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒന്നാകാൻ സാധിക്കില്ല. ഉറക്കം വരുന്നവരൊക്കെ ഞാൻ ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം സൂചിപ്പിക്കുന്ന, പ്രാധാന്യത്തോടെ സൂചിപ്പിച്ച മൂന്നാമത്തെ അടിസ്ഥാനാണെന്ത്? ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മുസ്ലിം ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത്. മനസ്സിലാവും. അത് നമ്മുടെ നാടുമായിട്ട് അത്രയധികം ബന്ധപ്പെടാത്തൊരു കാര്യമാണെങ്കിൽ കൂടെ നമ്മളത് എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, അറബ് രാജ്യങ്ങളിൽ നടന്ന മുല്ലപ്പൂ വിപ്ലവം, അല്ലെങ്കിൽ അറബ് വസന്തം എന്നൊക്കെ പേരിൽ പല നാടുകളിലും പല വിപ്ലവങ്ങളും സമരങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നടക്കുകയും ആ നാടുകളൊക്കെ കുട്ടിച്ചോറാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആ നാടുകൾ പഴയൊരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ വിദൂരമായിട്ടുള്ളൊരു കാര്യമാണ്. അത്രയധികം അതിന്റെ എല്ലാ അവസ്ഥകളും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാ നിലയ്ക്കും അതിന്റെ ഭദ്രതയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, തകർന്നു തരിപ്പണമായിട്ടുണ്ട്. സാമ്പത്തിക വ്യവസ്ഥയൊക്കെ മറ്റും എല്ലാ പ്രശ്നങ്ങളും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മുസ്ലിം ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരാൾ, ആ ഭരണാധികാരി ആ ഭരണകൂടത്തെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണീയർക്ക്, പ്രജകൾക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഭരണാധികാരികളെ അനുസരിക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ടോ? ഇല്ലേ? നമ്മുടെ നാട്ടിൽ പറയാഎന്താ, ഭരണാധികാരിയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, അപ്പോഴാ ഭരണാധികാരിയാവെന്ന് പറയാറുണ്ട്. അല്ലെ? അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറയാണ്, ബായഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല സമഇ വത്താഅതി ഫീ മൻശത്തിനാ വമക്റഹിനാ. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ്. സഹാബികൾ പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്തു. അല സമഇ വത്താഅ, കേൾക്കുക അനുസരിക്കുക എന്നുള്ള വിഷയത്തിൽ ബൈഅത്ത് ചെയ്തു. എന്തൊക്കെ വിഷയത്തിൽ? എപ്പോഴൊക്കെ? ഫീ മൻശത്തിനാ വമക്റഹിനാ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സന്ദർഭത്തിലും ഇഷ്ടമില്ലാത്ത, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൽപ്പിക്കുമ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കൽപ്പിക്കുമ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അനുസരിക്കും എന്ന് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. അതുപോലെ വഉസ്രിന വയുസ്രിന, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സന്ദർഭത്തിലും എളുപ്പമുള്ള സന്ദർഭത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഭരണാധികാരിയെ അനുസരിക്കും. ഞങ്ങൾ എന്ത് ചെയ്തു? ബൈഅത്ത് ചെയ്തു. അതുപോലെ വഅസറത്തിൻ അലൈന, ശ്രദ്ധിക്കണേ, വഅസറത്തിൻ അലൈന, ഞങ്ങൾക്ക് തരേണ്ട കാര്യം, ഹക്കുകൾ ഞങ്ങൾക്ക് തരാതെ അവർ പിടിച്ചു വെക്കുന്ന സന്ദർഭത്തിലും ഞങ്ങൾ ഭരണാധികാരിയെ അനുസരിക്കാൻ ഞങ്ങൾ ബൈഅത്ത് ചെയ്തു.
അതുപോലെ വഅല്ലാ നുനാസി അൽ അംറ അഹ്ലഹു, ആ ഭരണത്തിന്റെ ആളുകളോട് ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഭരണത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ എതിരിടുകയില്ല. ആ ഭരണം ഞങ്ങൾക്ക് വേണം, ഭരണാധികാരി ഭരണത്തിന് പുറത്തു പോകണം, രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കൂല. ഇതൊക്കെ ബൈഅത്ത് ചെയ്ത വിഷയം സഹാബത്ത്. എപ്പോഴല്ലാതെ ഖാല ഇല്ല അൻ തറൗ കുഫ്റൻ ബവാഹൻ, വളരെ വ്യക്തമായ കുഫർ, വളരെ വ്യക്തമായ കുഫർ നിങ്ങൾ കാണുന്നത് വരേക്കും ഇന്ദക്കും മിനല്ലാഹി ഫീഹി ബുർഹാൻ, എങ്ങനത്തെ നിങ്ങൾക്ക് ആ കാര്യം റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താ ഇത് അള്ളാഹുവെ, ആ വ്യക്തി ഇത്രയും വ്യക്തമായ ഒരു കുഫർ ചെയ്തു, അങ്ങനെ നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ഒരു തെളിവ് വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വിഷയത്തിൽ അങ്ങനെ കാണുമ്പോഴല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഭരണാധികാരിക്കെതിരിൽ അവന്റെ ഭരണം നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ നിങ്ങൾ എതിര് നിൽക്കരുത്, എതിര് നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ബൈഅത്ത് ചെയ്യാം. അപ്പോ വ്യക്തമായൊരു കുഫർ ഭരണാധികാരി ചെയ്യുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഭരണാധികാരിയെ ഭരണത്തിന് പുറത്തു പോകാൻ ആവശ്യപ്പെടാൻ പറ്റും. വ്യക്തമായൊരു കുഫർ ആ ഭരണാധികാരി ചെയ്യുമ്പോഴേ ആ ഭരണാധികാരി ഭരണത്തിന് പുറത്തു പോകാൻ ആവശ്യം, അതും എപ്പോഴേ പറ്റുള്ളൂ, ഈ പുറത്തു പോകാൻ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ആ ഭരണം പിടിച്ചെടുക്കാൻ മാത്രം ശക്തിയുള്ള സന്ദർഭത്തിൽ മാത്രം, ഭരണം പിടിച്ചെടുക്കാൻ മാത്രം ശക്തിയുള്ള സന്ദർഭത്തിൽ മാത്രമേ അത് പറ്റുള്ളൂ. വ്യക്തമായ കുഫർ കാണുന്ന ഒരു നാട്ടില് കുറച്ചൊരു ചെറിയൊരു സംഘം ചേർന്നിട്ട് ആയുധ പരിശീലനമൊക്കെ നടത്തി കുറച്ച് വടിവാളും ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ച് അവര് പോയിട്ട് ഭരണാധികാരിക്കെതിരിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്താ സംഭവിക്കാം, എന്ത് സംഭവിക്കാം? അതിനെയാണ് എന്ത് പറയാം നമ്മുടെ നാട്ടിൽ തീവ്രവാദം എന്ന് പറയും. അതിനാണ് നമ്മുടെ നാട്ടിൽ തീവ്രവാദം എന്ന് പറയും, അല്ലേ? പല ആളുകളും നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഹദീസൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവർക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യില്ലേ, ഹദീസിൽ പറഞ്ഞ പോലെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ഈ ഭരണാധികാരി എന്ത് ചെയ്യണം, പുറത്തിറക്കണം. അപ്പൊ എന്ത് ചെയ്യാ, കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് രഹസ്യമായ മീറ്റിംഗ് ഒക്കെ കൂടി അവര് ബൈഅത്തൊക്കെ വാങ്ങിച്ച് അവരെന്ത് ചെയ്യും, ആയുധ പരിശീലനമൊക്കെ നടത്തി അവരെന്ത് ചെയ്യും, ഇങ്ങനെ അത് ആയുധം എവിടെയെങ്കിലും പ്രയോഗിക്കാൻ, അവർ പഠിച്ച വിദ്യകളും ആയുധ പരിശീലനങ്ങളൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഭരണാധികാരിയുടെ കേന്ദ്രം ലക്ഷ്യമാക്കി ചെന്ന് അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ഇന്നും ജയിലിൽ കിടക്കുന്ന ഒരു വലിയൊരു നേതാവ്, ആളുകൾ കൊണ്ടു നടക്കുന്ന ആദരിക്കുന്ന വലിയൊരു വ്യക്തി, അദ്ദേഹം എങ്ങനെ ജയിലിലടക്കപ്പെട്ടത്, ഇതുപോലൊരു സ്ഥലത്തേക്ക് ബോംബ് പൊട്ടിക്കാൻ കൊണ്ടുപോയ സന്ദർഭത്തിൽ. ബോംബ് അവിടെ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് ബോംബ് പൊട്ടിപ്പോയി, സ്ഥലത്തെത്തുന്നതിന് മുമ്പ് ബോംബ് പൊട്ടിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു, കള്ളി വെളിച്ചത്തായി എന്ത് ചെയ്തു, മൂപ്പർ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. മൂപ്പർ ഇപ്പോഴും ജയിലിൽ തന്നെ. ഇപ്പോഴും മൂപ്പരുടെ പ്രസംഗങ്ങൾക്ക് കേട്ടിട്ട് ഇങ്ങനെ വികാരം കൊണ്ടിട്ട് ആവേശഭരിതരായിട്ട് മൂപ്പരുടെ പാർട്ടിയിലൊക്കെ ചേരുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, മുസ്ലിങ്ങൾ ഇപ്പോഴും അങ്ങനത്തെ ആളുകളുണ്ട്. അതേ ലക്ഷ്യം മനസ്സിൽ കൊണ്ട് അവർക്ക് പറ്റാനിട്ടാണ്. പറ്റുമെങ്കിൽ അവർ പലതും ചെയ്തിട്ടുണ്ടാവും. തമിഴ്നാട്ടിൽ ഈ അടുത്തൊരാൾ എന്ത് ചെയ്തു, എന്തോ ഇതുപോലെ ഒരു പൊട്ടിക്കൽ പൊട്ടിച്ചു. പല നമ്മൾ ചാവൽ സ്ഫോടനങ്ങളൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതൊന്നും ദീൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അല്ല, ദീൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അല്ല. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഒരു മുസ്ലിം ഭരണാധികാരിക്ക് കീഴിൽ താമസിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ഭരണാധികാരിയുടെ ഭരണം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഭരണത്തിന് താഴെ ഇറക്കാനോ ഉള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടായിക്കൂടാ, ഒരിക്കലും ഉണ്ടായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കൽപ്പനകൾക്കെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കൽപ്പനയ്ക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശ്രദ്ധിക്കണം. മൻ റഅ മിൻ അമീരിഹി ഷൈ, മുത്തഫഖുൻ അലൈഹി ഹദീസ, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റഅ മിൻ അമീരിഹി ഷൈഅ, ആരാണോ അവന്റെ ഭരണാധികാരിയിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുന്നത്, ഫല്യസ്ബിർ, അവൻ എന്ത് ചെയ്യട്ടെ, അവൻ ക്ഷമിക്കട്ടെ എന്ന് പറയും.
ഭരണാധികാരിക്കെതിരിൽ ഇറങ്ങി പുറപ്പെടട്ടെ എന്നല്ല പറഞ്ഞു. അവൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ സമരങ്ങള്, വിപ്ലവങ്ങള്, ഇതൊന്നും ദീനിൽ അടിസ്ഥാനമില്ലാത്ത കാര്യം, ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ദീനിൽ അതിന് യാതൊരു ഇതുമില്ല, ഒരടിസ്ഥാനമില്ല. ദീൻ പഠിപ്പിച്ച നേരെ തിരിച്ച, ദീൻ പഠിപ്പിച്ചെന്നത് നേരെ തിരിച്ച. അത്തരം കാര്യങ്ങളിൽ മുസ്ലിം എന്ത് ചെയ്യാൻ പാടില്ല, ഏർപ്പെടാൻ പാടില്ല എന്നാണ് ദീൻ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ദീൻ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോ ലിബിയ, അതുപോലെ തന്നെ എന്താ പറയാ മിസ്ർ, ഒരുപാട് രാജ്യങ്ങളിൽ മുല്ലപ്പൂ വിപ്ലവം എന്നുള്ള പേരിൽ നടത്തിയ ആ വിപ്ലവങ്ങളൊക്കെ അതൊക്കെ ദീനിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ദീനിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ദീനിൽ എന്ത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ ചരിത്രത്തിൽ എന്താ പറയാ ക്രൂരത കൊണ്ട് അറിയപ്പെട്ട, നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അത്രയും അധികം കുപ്രസിദ്ധൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ ക്രൂരത കൊണ്ട് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഭരണാധികാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. നമ്മൾ പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവും, സാധാരണക്കാർ പോലും കേട്ടിട്ടുണ്ടാവും. അത്രയും ക്രൂരനായ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ, ശ്രദ്ധിക്കണം കേട്ടോ, ആ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ക്രൂരതകളും ദീനിനെതിരാവലൊക്കെ കണ്ട് സഹികെട്ട് മനം മടുത്തിട്ട് ചില താബീയങ്ങൾ സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അടുക്കലേക്ക് വരാണ്. അനസ് ഇബ്നു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമാണ്, ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള പ്രമുഖനായ സ്വഹാബിയാണ്, ഒരുപാട് ഇൽമുള്ള വ്യക്തിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ദീനിന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു അനസ് ഇബ്നു മാലിക്കിന്റെ അടുക്കലേക്ക് എത്തിയിട്ട് അവർ ചോദിക്കുന്ന എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെതിരിൽ എന്ത് ചെയ്യട്ടെ, ആയുധമെടുത്ത് പുറപ്പെടട്ടെ, ഭരണം പിടിച്ചെടുക്കാൻ ഞങ്ങളൊരു വിപ്ലവം അല്ലെങ്കിൽ സമരം ഞങ്ങൾ നടത്തട്ടെ, മുല്ലപ്പൂ വിപ്ലവം പോലെ ഞങ്ങളൊരു സമരം നടത്തട്ടെ എന്ന് ചോദിച്ചപ്പോ എന്താ അദ്ദേഹം പറഞ്ഞത്? അനസ് ഇബ്നു മാലിക് എന്താ പറഞ്ഞത്? ആലോചിച്ച് നോക്കണം. ഒരു കാര്യവും വളരെ എത്ര പണ്ഡിതന്മാരെ കൊല്ലപ്പെട്ടത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൈ കൊണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കൊല്ലപ്പെട്ടത്. ചെറിയ ഫിത്തിനൊന്നുമല്ല, ചെറിയ ക്രൂരത ഒന്നുമല്ല. നിസ്കാരം പോലും ശ്രദ്ധിക്കണം, നിസ്കാരം, ജുമാ നിസ്കാരം പോലും പലപ്പോഴും അസറിന്റെ സമയത്ത് നിസ്കരിച്ചത്. അസറിന്റെ സമയത്ത് പണ്ഡിതന്മാരെന്ത് ചെയ്യും, രഹസ്യമായിട്ട്, ഫിത്തന ഇല്ലാതിരിക്കാൻ രഹസ്യമായിട്ട് സമയം തീരുന്ന മുമ്പിൽ വീട്ടിൽ നിസ്കരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോവാം. കാരണം ആ സമയത്ത് നിസ്കാരം പോവും. നിസ്കാരം പോലും, ജുമാ നിസ്കാരം പോലും വൈകിപ്പിച്ച, അതിനേക്കാളും വലിയ എന്ത് മോശത്തരമുള്ളത്? അങ്ങനത്തെ ഒരു ഭരണാധികാരിയുടെ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം ചോദിച്ചപ്പോ അനസ് ഇബ്നു മാലിക് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ബിറു, ക്ഷമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ക്ഷമിക്കാനാണ്. എത്രത്തോളം ക്ഷമിക്കണം, ഏത് കാലം വരെ ക്ഷമിക്കണം? ഹജ്ജാജ് കഴിഞ്ഞാൽ ഇതുപോലത്തെ വേറൊരു ആള് വരും. ഇങ്ങനെ എത്ര കാലം നമ്മൾ തുടരുന്ന ചിലർ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗദ്, ഹൗദിൽ എന്നെ കണ്ടുമുട്ടുന്നത് വരേക്കും ക്ഷമിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ ആയി മരണപ്പെട്ടാലും നമുക്ക് കുറ്റമൊന്നും കിട്ടാൻ പോകുന്നില്ല. നീ ഇങ്ങനെ ഭരണാധികാരി ഉണ്ടായിട്ട് നീ എന്താ വിപ്ലവം നയിച്ചില്ല, ആ ഭരണാധികാരിനെ പുറത്താക്കാൻ നീ എന്താ നോക്കിയില്ല എന്ന് റബ്ബ് നമ്മളെ ചോദിച്ച് നരകത്തിലിടുന്നില്ല. പക്ഷേ ആ ഭരണാധികാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിബന്ധനകൾ പാലിക്കാതെ നമ്മൾ വിപ്ലവം നടത്തിക്കഴിഞ്ഞാൽ ആ റബ്ബ് നമ്മൾക്ക് ശിക്ഷ കിട്ടാൻ കാരണമായിട്ട് പഠിപ്പിച്ചെന്ന കാര്യം ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഖലഅ യദം മിനത്താഅ, ആരാണോ അവന്റെ അനുസരണത്തിൽ നിന്ന് അവന്റെ കൈ ഊരിക്കളഞ്ഞത്, എന്ന് വെച്ചാൽ ആരാണോ ഭരണാധികാരിയെ അനുസരിക്കാതിരിക്കും, ഇതുപോലെ വിപ്ലവം നടത്തുകയൊക്കെ ചെയ്യുന്നത്, ലഖിയ അല്ലാഹ യൗമൽ ഖിയാമത്തി ലാ ഹുജ്ജത ലഹു, അവൻ ഖിയാമത്ത് നാളിൽ അവന് യാതൊരു ന്യായീകരണവും ഇല്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും. പക്ഷെ അവനവന്റെ ശിക്ഷയിൽ ഒഴിവ് പറയാൻ, ഉദറ് പറയാൻ അവർക്ക് യാതൊരു ന്യായം ഉണ്ടാവില്ല. ചില അവൻ ശിക്ഷിക്കപ്പെടുന്ന അർത്ഥം, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ.
പക്ഷെ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ കിട്ടാൻ മാത്രം കാരണമാണെന്ത്? അതിന് മാത്രം പോകുന്ന വലിയ പ്രവർത്തനങ്ങളാണ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ തീവ്രവാദ ആക്രമണം, ചാവേർ സ്ഫോടനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അവനെങ്കിലും അങ്ങനെ ചെയ്തല്ലോ, അവനത്ര ധൈര്യമുള്ള ഉഷാറുള്ള ധൈര്യശാലിയാണല്ലോ, അവനെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലോ, നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ എന്താ ഒരു ധൈര്യമില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവൻ ചെയ്തത് ദീനിന്റെ അടിസ്ഥാനത്തിലല്ല, ദീൻ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യാനോ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മക്ക കാലഘട്ടം നമുക്കറിയാം, നമ്മളൊക്കെ ചരിത്രം കേട്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദഅവത്ത് സ്വീകരിച്ചു എന്നുള്ള കാരണത്താൽ മാത്രം പലരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ടത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താ കൈ നോക്കില്ല കേട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തിയുള്ള വ്യക്തിയാണ്, വളരെയധികം ശക്തിമത്തായ ബലമുള്ള ഒരു ശരീരത്തിനുടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വലിയ മല്ലന്മാരെ പോലും മലർത്തിയടിച്ചിട്ടുണ്ട്. ധൈര്യമില്ലാനിട്ട ആളുകളെ ആക്രമിക്കാൻ. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പല യുദ്ധങ്ങളിലും ശത്രുക്കളുടെ ആക്രമണം കടുക്കുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ ഒളിച്ചു നിൽക്കാറുണ്ട്, മറയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുലുങ്ങൂല. ശത്രുക്കൾ ചുറ്റും വളഞ്ഞാലും 100 കണക്കിന് ആൾക്കാർ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിൽപ്പാണ്, പതറൂല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ അസദുല്ലാ നമ്മൾ അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അള്ളാഹുവിന്റെ സിംഹ. ആ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ മറയാൻ നിൽക്കാറുണ്ട്. അത്രയും വലിയ ധൈര്യശാലി, അത്രയും ധൈര്യം ഉണ്ടായിരുന്ന, അത്രയും ശക്തി ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പ്രതികരിച്ചോ? എന്താ പ്രതികരിക്കാതിരുന്നത്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പിന്നീട് ജിഹാദിന്റെ മറ്റു സന്ദർഭങ്ങളിൽ ഏറ്റവും അധികം ശത്രുക്കൾക്ക് ഫസാദ് ഉണ്ടാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നുവെച്ചാൽ ഓരോന്നിനും അതിൻ്റെതായ സമയം ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ചില നിബന്ധനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ആ നിബന്ധനകൾ പാലിച്ചിട്ട് എന്ത് ചെയ്യാവും? അത്തരം കാര്യങ്ങൾ ചെയ്യാവും. ഇതെന്തെങ്കിലും അവിടെ നിന്ന് കേൾക്കും, എന്നിട്ട് എന്ത് ചെയ്യും? തോന്നിയതുപോലെ എടുത്ത് ചാടി പുറപ്പെടും. ഇന്ത്യയിൽ പോട്ടെ, സൗദി അറേബ്യയിൽ പോലും അല്ലെ, പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞ് എങ്ങനെങ്കിലൊക്കെ കണക്ട് ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യും? അവിടുത്തെ ഭരണാധികാരി കാഫിറാണെന്ന് എന്ത് ചെയ്യും? വരുത്തി തീർക്കും. കുഫർ ചെയ്യാത്ത, കാഫിറാകാത്ത ഒരാളിൽ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്ന് ഹദീസ് കേൾക്കുമ്പോൾ പിന്നെ അവരെന്താ ചെയ്യാൻ? അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ആ ഭരണാധികാരിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും? കാഫിറാക്കാൻ നോക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്. എന്നിട്ട് ഞാൻ ഈ അടുത്ത് കണ്ടു, ഒരു അസ്ഹരി സലഫിയാണെന്നൊക്കെ പറയുന്ന ഒരാള്, സലഫിയാന്നല്ല പച്ച ഇഖ്വാനിയാണ്, പക്ഷെ അയാൾ പറയുന്നത് ഞാൻ സലഫിയാണെന്ന്. അയാൾ പറയുന്നത് ഈ സൗദിയിലെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ ഹഫീദുല്ലാഹ് അദ്ദേഹത്തെ പറ്റി പറയുന്ന ജൂതപുത്രൻ. ആ ഭരണാധികാരിനെ പറ്റി അദ്ദേഹം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതി വിടാണ് ജൂതപുത്രനാണെന്ന്. എന്നുവെച്ചാൽ കാഫിറാക്കാണ്, മുസ്ലിം അല്ല. ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള ആളുകളാണ് എന്ത് ചെയ്യുക? അവരാണ് ഈ തീവ്രവാദം എന്ന് പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം അവരാണ്. അല്ലേ? സയ്യിദ് കുത്തുബിന്റെ ഖുർആന്റെ തണൽ എന്ന് പറഞ്ഞ പുസ്തകം ഇന്ന് മിക്ക ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പള്ളികളിലും വലിയ പ്രാധാന്യത്തോടെ ഇങ്ങനെ അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ പുസ്തകമാണ് ഇന്നത്തെ ISIS, അൽ ഖായിദ, ദാഇഷ് എന്ന് പറയുന്ന എല്ലാ തീവ്രവാദ സംഘങ്ങളുടെയും അവരുടെ എന്താ പറയാ ആദർശത്തിന്റെ അടിസ്ഥാനം, ആധാരം ആ കിതാബാണ്. അത് വായിക്കുന്ന ഒരാൾ ഏത് അവസ്ഥയിലേക്ക് ആയിത്തീരാ? എങ്ങനെ ആയിത്തീരാ? ഇതിന്റെ ഒന്നും വേരറക്കാതെ പിന്നെ മുസ്ലിമീങ്ങൾ തീവ്രവാദം അവിടെ ചെയ്യുന്നു, ഇവിടെ പൊട്ടി, ഇവിടെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആശയപരമായിട്ട് എന്ത് ചെയ്യണം? അതിനെ തകർക്കാതെ അതെന്ത് ചെയ്യില്ല, അത് ഇവിടുന്ന് അതിന്റെ വേര് അറ്റുപോകൂല. നമ്മൾ തൗഹീദും ശിർക്കും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ്. അതെന്തുകൊണ്ടാ? നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിർക്കിനെ പറ്റിയും മുശ്രിക്കീങ്ങളെ പറ്റിയും തൗഹീദിനെ പറ്റിയും പറഞ്ഞതിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ? ഖവാരിജകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ അങ്ങനെയാണ്. കാരണം അവരെ കൊണ്ട് തൗഹീദും ഷിർക്കിന്റെ ആളുകളെ കൊണ്ട് ഉണ്ടാവുന്ന ഫിത്തന കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും അധികം ഫിത്തന ഉണ്ടാവുക ഇവരെ കൊണ്ടാണ്. അല്ലേ? ആ 2 ടവറുകൾ, വേൾഡ് ട്രേഡ് സെന്റർ, അവിടെ 2 കെട്ടിടങ്ങളെ അവർ പൊളിച്ചുള്ളൂ. പ്രവർത്തനം കൊണ്ട് നശിപ്പിക്കപ്പെട്ടത് 2 രാജ്യങ്ങളാണ്. 2 രാജ്യങ്ങൾ അവർക്ക് ആകെ പൊളിച്ചത് 2 കെട്ടിടങ്ങളാണ്. കൊല്ലപ്പെട്ടത് വളരെ ചുരുക്കം ആളുകൾ. പക്ഷെ ആ പ്രവർത്തനം കൊണ്ട് നശിപ്പിക്കപ്പെട്ടത് 2 രാജ്യങ്ങളാണ്. മുസ്ലിം ഉമ്മത്തിന് അവരെ കൊണ്ടുണ്ടാവുന്ന ഷർറ് അതിനേക്കാളും വലിയ ഷർറ്. അവര് ഇത് വിചാരിക്കുന്നതോ ഇത് വലിയ ദീന്റെ മാർഗത്തെ ഷഹീദാവാണ്, ഞാൻ ജിഹാദ് ചെയ്യാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുറച്ച് ദിവസം മുമ്പ് ഒരാള് ഞാൻ സിറിയയിൽ പോയിക്കോട്ടെ ജിഹാദ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായി. ഇതൊക്കെ ആളുകൾ എന്തൊക്കെയൊക്കെയോ കരുതി വെച്ചിരിക്കുകയാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി ആരുടെങ്കിലും വെടികൊണ്ട് ചത്താൽ ജിഹാദായി ഷഹീദായി എന്നൊക്കെയുള്ള തോന്നലുകൾ ആൾക്കാർക്ക് ഇതൊക്കെ എവിടെന്ന ആളുകൾ കിട്ടുന്നു മനസ്സിലാവുന്നില്ല. അള്ളാഹു ഇങ്ങനത്തെ പല കിതാബുകളും അല്ലാതെ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പണ്ഡിതന്മാർ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ സയ്യിദ് കുത്തുബ് പോലെ, മൗദൂദി പോലെ. മൗദൂദിയൊക്കെ വലിയ പണ്ഡിതനായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. മൗദൂദിയൊക്കെ ഇതിന്റെ ഉസ്താദാണ്. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് ഈ മൗദൂദിയും അതുപോലെ തന്നെ സയ്യിദ് കുത്തുബും പോലത്തെ ആളുകളൊക്കെ. ഹസനുൽ ബന്ന, കുറെ ആൾക്കാരുണ്ട് ഈ ആശയത്തിന്റെ വക്താക്കളായിട്ടുള്ള, അതിന്റെ പ്രചാരകരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ദീനുൽ ഇസ്ലാമിൽ ഒരുപാട് ആയത്തുൽ ഹദീസുകളും സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഇമാറ എന്ന് പറഞ്ഞൊരു കിതാബ് തന്നെ ഉണ്ട്. ഒരു വലിയൊരു ഭാഗം തന്നെ ഉണ്ട്. ആ ഭാഗത്ത് മുഴുവൻ ഈ ഹദീസുകൾ മുഴുവൻ ഭരണാധികാരിക്കെതിരെ, ആ ഭരണാധികാരി മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്താൽ, നമുക്കുള്ള ഹക്ക് തരാതിരുന്നു കഴിഞ്ഞാൽ, അത് നമ്മളെ ഉപദ്രവിച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന നിലപാട്, അവിടെ എല്ലാം പഠിപ്പിച്ചത് ക്ഷമിക്കാൻ. ആ ഭാഗത്ത് ഒരുപാട് ഹദീസുകളുണ്ട്. എത്ര ഹദീസുകൾ! അത് സ്വഹീഹ് മുസ്ലിമിൽ മാത്രമാണ്, അതല്ലാതെ ബുഖാരിയുള്ള ഹദീസുകൾ വരണ്ട്. ഒരുപാട് ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയം. ഇത്തരം കാര്യങ്ങൾ വളരെയധികം സമൂഹത്തിൽ അനന്തരഫലമുണ്ടാക്കുന്ന തെറ്റായ ചിത്രം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചുണ്ടാക്കുന്ന കാര്യം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളെ പറ്റി ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, അവിടെ പൊട്ടിക്കാൻ പോകുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, നമുക്ക് വിവരം കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അവരെ അറിയിക്കൽ നമ്മുടെ ബാധ്യതയാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി എന്നല്ല, ശ്രദ്ധിക്കണം. ഇത് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ നാട്ടിൽ നിൽക്കുന്ന നമ്മൾ ഇവിടെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ കരാറ് പാലിക്കാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കരാർ എന്താ? ഈ നാടിന്റെ സ്വൈര്യ ജീവിതവും അവിടുത്തെ സുരക്ഷയും നഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ഏർപ്പെടില്ല എന്നുള്ളത്. അതിനെതിരാകുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല. അതിലാരെങ്കിലും നമുക്കറിയുന്ന ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് വിവരം അറിയിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പല ആളുകളും പറയും മുസ്ലിമുകൾ ഒറ്റുകൊടുക്കുകയാണ്, അവൻ അങ്ങനെ ആക്കണം. അത് ഇസ്ലാമിന്റെ പ്രവൃത്തിയല്ല ഒറ്റുകൊടുക്കുക എന്ന് പറയാം. നമ്മൾ നമ്മുടെ കരാറ് പാലിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്യണം. നമ്മൾ ആരെങ്കിലും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും ഈ രൂപത്തിൽ ഈ ഒരു തലത്തിലേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, സയ്യിദ് കുത്തുബിന്റെയും മൗദൂദിന്റെയൊക്കെ ആ ഒരു തലത്തിലേക്ക്, ആ ആശയത്തിലേക്ക് ഒരാൾ കടന്നു പോകുന്നെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ബന്ധപ്പെട്ട ആളുകളെ എന്ത് ചെയ്യണം? അത് അറിയിക്കണം. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ആ ആശയം പഠിപ്പിച്ചു കൊടുക്കുന്ന, അത് പ്രസംഗിക്കുന്ന അതിന്റെ വക്താക്കൾ ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടക്കത്തിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരുപാട് മുസ്ലിമീങ്ങൾ ഇന്നിപ്പോ നമ്മൾ അതിന് ഏറ്റവും നല്ല എളുപ്പവഴി എന്താണെന്നറിയോ മനസ്സിലാക്കാൻ? ഏറ്റവും നല്ല എളുപ്പവഴി എന്താണെന്നറിയോ? ഒന്ന് സലഫുകളുടെ കാലഘട്ടത്തിലുള്ളൊരു കാര്യം, ഒന്ന് ഇന്നത്തെ കാലത്തുള്ള കാര്യം. 2 കാര്യം. ഈ 2 കാര്യം നമ്മളൊന്ന് ആരെങ്കിലോട് സംസാരിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ആശയം
എത്രത്തോളം അവരുടെ തലയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന്, സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മുആവിയ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് അവരോട് സംസാരിച്ചാൽ മതി. ഒന്നാമത്തത് മുആവിയ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് സംസാരിച്ചാൽ മതി. മുആവിയയെ സംബന്ധിച്ച് നല്ലൊരു സംസാരം ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകൾ കേൾക്കാനേ സാധിക്കില്ല. ഒന്നാമത്തെ അടയാളമാണ്. ആദ്യത്തെ 4 ഖലീഫമാരെ പറ്റി നല്ല പുകഴ്ത്തി പറയും. അബൂബക്കറും ഉമറും ഉസ്മാൻ അവരൊക്കെ ഖുലഫാ റാഷിദീങ്ങളാണെന്നൊക്കെ പറയും, സമ്മതിക്കും. പിന്നെ അവർ 5ാം ഖലീഫയായിട്ട് പറയാ ആരാ? ഉമർ ഇബ്നു അബ്ദുൽ അസീസാണ്. അതിന്റെ ഇടയിൽ ആരൊക്കെ ഉണ്ട്? എത്ര പേരുണ്ട്? വലൈക്കും സലാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് ശ്രദ്ധിക്കണം. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലയോട് ചോദിക്കുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലയോട് ചോദിക്കപ്പെടുന്നുണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ ഉത്തമൻ, അഫ്ദൽ, അതല്ല മുആവിയാണോ അഫ്ദൽ? ചോദിക്കുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ അഫ്ദൽ? ഈ ഒരു ചോദ്യമാണ് ഒന്നാമത്തെ അടയാളം. ഇത് നമ്മളും ചോദിച്ചു നോക്കുക. നമ്മുടെ ഈ മിക്ക ആളുകളോട്, നമ്മുടെ കുടുംബക്കാരോട്, കൂട്ടുകാരോട്, നാട്ടുകാരോട് ഈ ചോദ്യം ചോദിച്ചു നോക്കിയാൽ ഇബ്നുൽ മുബാറക്കിന്റെ മറുപടി അല്ല അവരെന്ന് കിട്ടുന്നതെങ്കിൽ മനസ്സിലായിക്കോ, ഈ ഒരു ആശയം ഹൃദയത്തിൽ കയറിയിട്ടുണ്ട്. എന്താ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞ മറുപടി? എന്താ? മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്ത യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന്റെ മൂക്കിനകത്ത് കയറിപ്പോയ ഒരു മണൽത്തരിയോളം പോലും വരൂല ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കൊച്ചാക്കി മോശമാക്കി പറയുന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അത്രയും ശ്രേഷ്ഠനാണെങ്കിൽ മുആവിയ അതിനേക്കാൾ എത്രയും വലുതാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ അടയാളം ഇതാണ്. നമ്മൾ ആളുകളോട് ചോദിച്ചു നോക്കിയാൽ മുആവിയയും ഉമർ ഇബ്നു അബ്ദുൽ അസീസും തമ്മിലുള്ള ഒരു താരതമ്യം, ഇതിലെ ആരാണ് ഏറ്റവും നല്ലത് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവർക്കൊരിക്കലും, ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കൊരിക്കലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ മികച്ച ആളാണ് മുആവിയ എന്ന് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ അടയാളം ഇന്നത്തെ സൗദി അറേബ്യ. ഇന്നത്തെ സൗദി അറേബ്യ ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് അംഗീകരിക്കാൻ ഈ ആളുകൾ സാധിക്കില്ല. ഒരു മുസ്ലിം ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യമാണെന്ന് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കും. ഈ 2 അടയാളങ്ങൾ തന്നെ ധാരാളം. നമ്മൾ സംസാരിച്ചു നോക്കിയാൽ മതി ഈ 2 മാറ്ററുകൾ. ശ്രദ്ധിക്കണം, ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം, ഭരണാധികാരികളും വേണ്ടപ്പെട്ട അധികാരികളൊക്കെ ശ്രദ്ധിക്കണം. ഈ 2 അടയാളങ്ങൾ തന്നെ മതി ഒരാൾ ഈ ആശയത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. ഇന്നത്തെ സൗദി അറേബ്യനെ പറ്റി ആളുകൾ കരുതിയിട്ടുള്ള എന്തൊക്കെയാണെന്നറിയോ? സൗദി അറേബ്യനെ പറ്റി അവിടെ മുഴുവൻ സിനിമാ തിയേറ്ററുകളും മദ്യങ്ങളും ഡാൻസും പാട്ടും മൊത്തം ഫുള്ള് സൗദി അറേബ്യയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ആളുകൾ കരുതിയിട്ടുള്ള അങ്ങനെയാണ്. നിങ്ങൾ സാധാരണക്കാർ ചോദിച്ചു നോക്കി ഈ സൗദി അറേബ്യനെ പറ്റി, അവിടെ എല്ലാത്തിനും ഇങ്ങനെ തുറന്നു കൊടുത്തിരിക്കുകയാണെന്ന് പറയും. അതിന് ഈ സയ്യിദ് കുത്തുബിന്റെയും മൗദൂദിന്റെയും ഈ ചാനലുകളും വാർത്തകളും അതിന്റെ അങ്ങനെ തന്നെ വാർത്തകൾ എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുകയും ചെയ്യാം. അവരുടെ വാർത്താ മീഡിയ ചാനലുകളൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. അവർ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക. സൗദി അറേബ്യയിൽ ഒരു തിന്മയും നടക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. സൗദി അറേബ്യയിൽ തിന്മകളുണ്ട്, പക്ഷെ അതൊരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലായിടത്തും വ്യാപിച്ച് മുഴുവൻ തിന്മകളെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും സൗദി അറേബ്യയിലില്ല. ഇതെന്താ സംഭവം എന്നറിയോ? ഈ വെളുത്തൊരു വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് പുറത്തേക്ക് പ്രതിഫലിക്കോ അതുപോലെ സൗദി അറേബ്യയിലുള്ളൂ. എന്നാൽ മറ്റു വസ്ത്രങ്ങൾ അങ്ങേയറ്റം വൃത്തികെട്ട അഴുക്ക് പറഞ്ഞ ഒരുപാട് വസ്ത്രങ്ങൾ വേറെയുണ്ട്. ഈ തിന്മകൾ കണ്ടിട്ടുള്ള എന്താ പറയുക, ഗൈറത്ത്, ആത്മരോഷാണെങ്കിൽ ഇതിനേക്കാൾ തിന്മകൾ നടക്കുന്ന രാജ്യങ്ങളെ ഈ ആളുകൾ വിമർശിക്കാറില്ല. സൗദിനോട് മാത്രം ഒരു അവിടെ അങ്ങനെ, സൗദിയിൽ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, അങ്ങനെ പറഞ്ഞിട്ട് ബാക്കി ഒരു രാജ്യത്തിലും ഈ തിന്മകളെ പറ്റി, തിന്മനോടുള്ള ആത്മരോഷം വേണം, മുസ്ലിം ആയാലും വേണം. പക്ഷെ ഈ ആത്മരോഷം എന്തുകൊണ്ടാണ് സൗദിനോട് മാത്രം? എന്തുകൊണ്ടാ? സൗദിയിൽ ചെയ്താലേ അത് ഹറാമാവുള്ളൂ, അങ്ങനെ ഉണ്ടോ? ബാക്കിയുള്ള രാജ്യത്ത് ചെയ്താൽ അത് ഹറാമാവില്ല എന്നുണ്ടോ? നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാൻ വേണ്ടി പറഞ്ഞത്, സൗദിയിൽ സിനിമാ തിയേറ്റർ തുറന്നു എന്ന് പറഞ്ഞിട്ട് സൗദിയിൽ എന്ത് ചെയ്തു, അതിനുള്ള സിനിമാ തിയേറ്റർ പറ്റും ഓപ്പൺ ആയിട്ടുണ്ട്, അതിന്റെ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ച് അവിടുത്തെ ഭരണാധികാരി മുസ്ലിം അല്ല, കാഫിറാണെന്നൊക്കെ പറഞ്ഞ അതേ ആളുകൾ തന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്.
തമാശ കാര്യത്തിൽ പറയാണ് ഞാൻ. അതേ ആളുകൾ തന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അതിൽ അഭിനയിക്കുക, അതിന്റെ ആളുകളൊക്കെ ആയി മാറുക. അതെന്തുകൊണ്ടാ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് അടയാളങ്ങൾ തന്നെ നമുക്ക് എന്ത് മതി. ഒന്നാമത്തത് മുആവിയും ഉമർ ബിൻ അബ്ദുൽ അസീസും തമ്മിലുള്ള കമ്പാരിസൺ. ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ മുആവി ഉമറിനെക്കാൾ അവസ്ഥല എന്താ നീ പറയുന്നത്, ചിലപ്പോൾ അടിയൊക്കെ കിട്ടും, അടി വരെ കിട്ടും. അത്രയും ആളുകൾ എന്താ പറയാ, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ ആവേശഭരിതരായി നിൽക്കുന്ന ആളുകളാണ്. മുആവിയ എന്ന് പറഞ്ഞാലേ പല ആളുകളും കരുതിയിട്ടുള്ളത് എന്താ പറയാ, ഈ നസ്രാണികളുടെ ദീനിനെ പൊളിക്കാൻ പൗലോസ് വന്നതുപോലെ ദീനിൽ ഇസ്ലാമിനെ തകർക്കാൻ വന്ന ആളാണെന്ന് പോലും കരുതിയ മുസ്ലിമീങ്ങളുണ്ട്. ആ മുസ്ലിങ്ങളെ കാര്യമില്ല ഞാൻ പറഞ്ഞു. അത്ര പോലും വൃത്തികെട്ട വിചാരങ്ങൾ മുആവിയെ പറ്റി വിചാരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. ഈ ഒരു മുസ്ലിമിന്റെ അടുത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസിനേക്കാൾ വലുതാണ് മുആവിയ എന്ന് പറഞ്ഞാൽ പോയി ഒരടി കിട്ടും. എന്തായാലും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ ഇങ്ങനെയുള്ള ചിന്താഗതികളും ആശയങ്ങളും ഇതൊക്കെ അതിന്റെ അടയാളങ്ങളാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ സൗദി അറേബ്യ. സൗദി അറേബ്യ ഒരിക്കലും ഇസ്ലാമിക രാജ്യത്തെ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്താ പറയാ, ഗസയില് ബോംബ് വീഴുമ്പോഴും മിസൈല് വീഴുമ്പോഴും റോക്കറ്റ് വീഴുമ്പോഴും അവിടെ എന്താ പറയാ കുട്ടികൾ കൊല്ലപ്പെടുമ്പോഴും കെട്ടിടങ്ങൾ തകരപ്പെടുമ്പോഴും ഇതൊക്കെ നിങ്ങൾ അറിയുന്നില്ലേ വാർത്തകളിൽ അല്ലേ? മക്കയിലേക്ക് ശ്രദ്ധിക്കണം കേട്ടോ, മുസ്ലിമീങ്ങളുടെ കിബിലയിലേക്ക് ഇവരുടെ ആളുകൾ എത്ര റോക്കറ്റുകൾ അയച്ച് നിങ്ങൾക്ക് വല്ല അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വാർത്തകൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ? മുസ്ലിമീങ്ങളുടെ കിബിലയാണ് കഅബ എന്നുള്ളത്, അള്ളാഹുവിന്റെ ഭവനാണ്. അതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഭവനമില്ല, അതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്ഥലവുമില്ല. അവിടെ പോയി പൊട്ടിയ വീട് മാത്രമല്ല തകര, കഅബ മാത്രമാണ് തകര ആണോ? തവാഫ് ചെയ്യുന്നവരും സഅയ് ചെയ്യുന്നവരും അതുപോലെ തന്നെ അതിന്റെ ചുറ്റു പരിസരത്തുള്ളവരൊക്കെ മരിക്കൂലേ? എന്തുകൊണ്ടാ ഇവര് കഅബയിലേക്ക് മിസൈൽ അയക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പറയും, എന്തുകൊണ്ടാണ് ഈ ആളുകൾ, ഈ മെന്റാലിറ്റി ഉള്ള സയ്യിദ് കുത്തുബിന്റെയും മൗദൂദിന്റെയും ഹസൻ ബന്നിന്റെ ആശയത്തിലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് കഅബയിലേക്ക് മിസൈൽ അയക്കുന്നത്? എന്തുകൊണ്ടാ പറയും? അവിടെ എന്തുണ്ട്? സിനിമാ തിയേറ്ററുകൾ എന്ത് ചെയ്തു? അതിന് അവസരം കൊടുത്തു. ബാങ്കുകൾക്ക് എന്ത് ചെയ്തു? അവസരം കൊടുത്തു. അതുപോലെ തന്നെ അല്ലെ, ഇപ്പൊ എന്തൊക്കെയോ പാട്ടും കൂത്തക്കാട് നടക്കുന്നുണ്ട് കുറെ വാർത്തകൾ. ഇതൊക്കെ ഭരണാധികാരി അതൊക്കെ എന്ത് ചെയ്തു? തൃപ്തിപ്പെട്ടു. ഭരണാധികാരി അത് തൃപ്തിപ്പെട്ടപ്പോൾ ഭരണാധികാരി എന്തായി? കാഫറായി. ഈ ഭരണാധികാരിനെ തൃപ്തിപ്പെട്ട ഭരണീയരെന്തായി? കാഫറായി. അപ്പൊ എന്തായി? സൗദി അറേബ്യ ഒരു കാഫർ രാജ്യമാണ്. ഹലാസ്, അത്രേ ഉള്ളൂ. കാഫർ രാജ്യമാണെങ്കിൽ എന്ത് ചെയ്യാം? മിസൈലും അയക്കുക, ബോംബ് പൊട്ടിക്കുക, എന്തും ചെയ്യാം. ഇതാണ് അവരുടെ മെന്റാലിറ്റി. ഇതാണ് അവരുടെ മെന്റാലിറ്റി. എങ്ങനെയെങ്കിലൊക്കെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞ അവസാനം എന്ത് ചെയ്യും? ഭരണാധികാരിനെ കാഫറാക്കാൻ നോക്കും. എന്നിട്ട് പിന്നെ എളുപ്പമാണ് ആ ഭരണാധികാരി അംഗീകരിക്കുന്ന ബാക്കിയുള്ള ആളുകളും കാഫറാണെന്ന് പറയും. അപ്പൊ പിന്നെന്താ? ആ നാട് മൊത്തം കുഫറിന്റെ നാടായി, അമുസ്ലിം രാജ്യമായി സൗദി അറേബ്യ. സിമ്പിളായി. പിന്നെ മുസ്ലിം രാജ്യമാണെങ്കിൽ റോക്കറ്റ് അയക്കുക, ബോംബ് പൊട്ടിക്കുക, മിസൈൽ അയക്കുക, ആരെങ്കിലും പോയി കൊല്ല, ചാവേർ സ്ഫോടനം. റിയാദിൽ ചാവേർ സ്ഫോടനം നടന്നിട്ടുണ്ട്. സൗദി അറേബ്യയിലെ റിയാദിൽ ചാവേർ സ്ഫോടനം നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആളുകൾ നമ്മൾ ഏറ്റവും അധികം നമ്മൾ എന്താ പറയാ കുബൂരികളുടെ ഷിർക്കിനെയും അവരുടെ കുറെ തട്ടിപ്പും മറ്റ് ഔലിയാക്കന്മാരെ സംബന്ധിച്ചുള്ള കുറെ കള്ളപ്രചാരണങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുമോ അതിന് തൊട്ട് ശേഷം നമ്മൾ ഏറ്റവും അധികം ജാഗ്രത കാണിക്കേണ്ടത് ഈ വിഷയത്തിൽ. നമ്മൾ ഇവരെ പറ്റി സംസാരിച്ചിട്ടില്ലെങ്കിൽ, ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ എന്താവും നമ്മുടെ അവസ്ഥ? ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു അപകടം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരുടെ ആളുകളെ കൊണ്ട് ഗസ എങ്ങനെ ആയോ അതുപോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളാവും. ഇന്നല്ലെങ്കിൽ നാളാവും. ഇവരുടെ ആളുകളെ കൊണ്ട് ഇന്നിപ്പോ ഗസ എന്താ?
അവിടുത്തെ ആ രാജ്യത്തെ യഹൂദികളുടെ രാജ്യത്തെ പ്രസിഡന്റ് ഗസന്റെ സെന്ററിലോ നിൽക്കുക. പ്രശ്നമില്ല. ആരും എതിർക്കാനോ ചോദിക്കാനോ ആയുധം അയക്കാനോ ആരും ഇല്ല. അവിടെ ഒക്കെ തകർത്തരിപ്പണായി. ആളുമില്ല, കെട്ടിടമില്ല, ഒന്നുമില്ല. അതുപോലെ നമ്മുടെ നാടുമാകും. ശ്രദ്ധിച്ചോ, വലിയ ഗൗരവമുള്ള വിഷയം. നമുക്ക് മരിക്കാൻ പേടിയുണ്ടായിട്ട് പറയുന്നൊന്നുമല്ല. പക്ഷെ ഒരു നാട് കുട്ടിച്ചോറാം. ഒരു നാട് കുട്ടിച്ചോറാം. ഇവിടുത്തെ സാധാരണക്കാരായ ഒന്നും അറിയാത്ത പാവപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്യും? കൊല്ലപ്പെടും. ഈ ആളുകൾ കൊണ്ടല്ല. ഈ ആദർശമുള്ള ആശയമുള്ള ആളുകളെ പറ്റി നമ്മൾ താക്കീത് ചെയ്തിട്ടില്ലെങ്കിൽ, അവരുടെ അപകടം ജനങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, അവരുടെ കൈകൾ കൊണ്ട് ഗസ എങ്ങനെയായോ അതേപോലെ ഇന്ത്യയാവും. ഒരു സംശയം വേണ്ട. അവരേതൊക്കെ നാടിൽ അവർക്ക് ഭരണം കിട്ടിയിട്ടുണ്ടോ ആ നാടൊന്നും കുട്ടിച്ചോറാകാതിരുന്നിട്ടില്ല. ഒരു നാട്. ഇന്ത്യക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല. ഇന്ത്യ അങ്ങനെ തന്നെ ആവും. അവർക്ക് ഈ ആദർശം മുന്നോട്ട് പോകാൻ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ, അവരുടെ ഈ അപകടങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് താക്കീത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഇതും അങ്ങനെ ആവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഈ നാടിൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ മുആഹദകളാണ്. കരാറിന്റെ അടിസ്ഥാനത്തിൽ താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനോട് ഈ കരാറ് പാലിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ നാടിനോട് കരാറ് പാലിക്കേണ്ട ബാധ്യത. മുസ്ലിം രാജ്യമല്ലേ, മുസ്ലിം രാജ്യമല്ലല്ലോ, അപ്പൊ പിന്നെ അവിടെ പോയി ബോംബിട്ട എന്താണ്, ഇവിടെ ഇങ്ങനെ ചെയ്ത എന്താണ്? ഇങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിം കരുതാൻ പാടില്ല. അത് അവന്റെ കരാർ ലംഘനമാണ്. ഒരു മുസ്ലിം ഒരിക്കലും കരാർ ലംഘിക്കൂല. മറിച്ച് അങ്ങനെ ലംഘിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമുക്കറിയെങ്കിൽ അവരെ സംബന്ധിച്ച് കൃത്യമായ അറിവും ഇൻഫർമേഷൻ കൊടുക്കൽ നമ്മുടെ ബാധ്യത. ഇതാണ് മൂന്നാമത്തെ കാര്യം. വേറെയും പല വിഷയങ്ങളുണ്ട്. സമയം കുറവാണ്. പലർക്കും കുറെ നേരം കേട്ടിട്ട് ഉറക്കവും ക്ഷീണമൊക്കെ വരുന്നുണ്ട്. നാലാമത്തെ കാര്യം, വേഗം അവസാനിപ്പിക്കാം. നാലാമത്തെ കാര്യം എന്നുള്ളത്, ആരാണ് ശരിക്കുള്ള ഉലമാക്കൾ? ശരിക്കുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ സംശയങ്ങൾ ചോദിച്ചു ചെല്ലേണ്ട ഉലമാക്കൾ അത് ആരാണ്? അതിനെ സംബന്ധിച്ച് ഓരോ മുസ്ലിമിനും നിർബന്ധമായും അത് അറിഞ്ഞിരിക്കേണ്ട ബാധ്യത ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ബാധ്യത ഉണ്ട്. ആരാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് ശരിക്കുള്ള അറിവ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം. അള്ളാഹുവിന്റെ കൽപ്പന. അപ്പൊ അള്ളാഹു ഈ കൽപ്പന കൽപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാൾ ചോദിക്കുക, ആരറിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരറിവുള്ളവൻ? ആരാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ നാട്ടിൽ അബൂജഹലിന്റെ അത്ര പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്ത ആളുകളെ സുൽത്താനുൽ ഉലമ, ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? കൊണ്ട് നടക്കും. അല്ലേ? അബൂജഹലിനെ അറിയുന്നത്ര പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ദീന്റെ അടിസ്ഥാനം അറിയാത്ത ഒരാളെ താജുൽ ഉലമ, ശംസുൽ ഉലമ, സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? കൊണ്ട് നടക്കും. ആളുകൾക്കിടയിൽ അവരൊക്കെയാണ് ഉലമാക്കൾ. നമുക്ക് എന്തറിയണം? ആരാണ് ശരിയായ ആലിമ്, പണ്ഡിതൻ ആരാണ്? നമുക്കറിയണം. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഉദാഹരണം സഹിതം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ത്? നേരത്തെ പറഞ്ഞു, സ്വഹാബത്ത് അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. സ്വഹാബത്തിനെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ആ തൃപ്തിപ്പെട്ട ആ പാതയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അവരുടെ പാത സ്വീകരിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളാരാണോ അതാണ് പണ്ഡിതൻ, അതാണ് ആലിം. അപ്പൊ അവരുടെ സ്വഹാബത്തിന്റെ നിലപാടുകൾ എന്തൊക്കെയാണ്? സ്വഹാബത്ത് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ്? ആ വിഷയത്തിൽ എന്താണ്? അള്ളാഹുവിനെ പറ്റി എന്താ നിലപാട്? അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി എന്താ നിലപാട്? ഖുർആനെ പറ്റി എന്താ നിലപാട്? അവരുടെ നിലപാടുകൾ എന്തൊക്കെയാണ് കൃത്യമായി അറിയുന്നവരാൾ. ആ അറിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാൾ, അതാണ് പണ്ഡിതൻ, അതാണ് ആലിം. ഇതൊന്നും അറിയാത്ത, ഇല്ലെങ്കിൽ ഈ വിശേഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ അത് ആലിമല്ല, അയാൾ ആലിമല്ല.
അല്ലെ? സ്വഹാബത്ത് അവരുടെ പ്രയാസഘട്ടങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു വലിയനോട്, ഏറ്റവും വലിയ വലിയാരാ? അത് റസൂലാണ്. ഏറ്റവും വലിയ വലിയാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് ഈ ഉമ്മത്തിൽ നിന്നല്ല, എല്ലാ ഉമ്മത്തിലും ഏറ്റവും വലിയ ശ്രേഷ്ഠനായ വലി അബൂബക്കർ ഉമറുമാണ്. സ്വഹാബത്ത് അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലഘട്ട ശേഷം ഈ രണ്ട് വലിയകളെ കൊണ്ട് എപ്പോഴെങ്കിലും ബർക്കത്തെടുക്കുകയെ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പോലെ അവരെടുക്കൽ നേർച്ച നടത്തുക, നേർച്ചയല്ല അതിന് പൂരം എന്നാ, നേർച്ച എന്ന പേര് മാത്രം, പൂരം നടത്തുക അല്ലെങ്കിൽ ബലികർമ്മം നടത്തുക, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന അവരുടെ രൂപത്തിൽ അവരുടെ ഇസ്തിഗാസ എന്ന് പറഞ്ഞിട്ടോ തവസ്സുൽ എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അബൂബക്കറെ നബിയോട് എന്നോട് ഇങ്ങനെ പറയണമേ എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുക, എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് സ്വഹാബത്തിൽ ഏതെങ്കിലും ഒരാളെങ്കിലും? ഇതൊക്കെ അറിയുന്ന ഒരാളാണ് ആലിം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വഹാബത്തിനിടയിൽ ഹജ്ജാജിനെ പോലത്തെ പല ഭരണാധികാരികളും വരുമ്പോൾ അവരെന്ത് നിലപാടെടുത്തു അതറിയുന്നവനാണ് ആലിം. അതറിയുന്നവനാണ് ആലിം. സ്വഹാബത്ത് ഇൽമിന് എത്രത്തോളം, ഇൽമു പഠിക്കാനും പഠിപ്പിക്കാൻ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇങ്ങനെ സ്വഹാബത്തിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ അവൻ എന്തായി? അവനാണ് ആലിം. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആളുകളുടെ ദർസ നമ്മൾ കേൾക്കേണ്ടത്, അങ്ങനെയുള്ള ആളുകൾ എഴുതിയതാണ് നമ്മൾ വായിക്കേണ്ടത്. ഇതെന്താ എല്ലാവരും എന്തു പറഞ്ഞാലും ഒക്കെ അല്ലേ? പത്രം വായിക്കുന്നത് എന്താ? പണ്ഡിതന്മാർ പറയണ്ട, ആരെങ്കിലും ഒരു നുണയന്റെ കൂടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ പത്രം വായിക്കട്ടെ എന്ന് പറയാം. ഇതിങ്ങനെ ഒരു പത്രം വായിച്ച്, അടുത്ത പത്രം വായിച്ച്, ഇത് വായിച്ച്, ഇങ്ങനെ വായിച്ച്, ഒരു ന്യൂസ് ചാനല്, അടുത്ത ചാനല്. ഈ ചാനലുകൾക്കൊക്കെ അജണ്ടയുണ്ട്, അവർക്കൊരു പ്രൊപ്പഗണ്ടയുണ്ട്. ആ ലക്ഷ്യം നിറവേറപ്പെടുന്ന രൂപത്തിലേ അവർ പറയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ദീനിനെ വിലയിരുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ ദീനിനെ വിലയിരുത്തുന്ന ആളുകൾ അവരെത്രമാത്രം വലിയ അപകടത്തിലാണ് ചെന്ന് വീഴ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ വിശേഷണങ്ങളുള്ള ആളുകൾ അവരുടെ സംസാരങ്ങൾ കേൾക്കുക, അവരുടെ എഴുത്തുകൾ വായിക്കുക, അവരോട് സംശയങ്ങൾ ചോദിക്കുക, അവർ പഠിപ്പിച്ചു തരുന്നതിന് ദീനായി മനസ്സിലാക്കുക. ഇത് നമ്മൾക്ക് ഓരോ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓരോ മുസ്ലിമീങ്ങൾക്കും ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇൽമിന്റെ ശ്രേഷ്ഠതകളൊക്കെ ഒരുപാടുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, സമയം കുറവാണ്. അഞ്ചാമത്തെ കാര്യം, അവസാനം വേഗം കഴിഞ്ഞു, 6 കാര്യങ്ങളുണ്ട്. അഞ്ചാമത്തെ കാര്യം ആരാണ് ഔലിയാക്കൾ എന്നുള്ളതാണ്. ആരാണ് ഔലിയാക്കൾ എന്നുള്ളതാണ്. അല്ലേ? നമ്മുടെ നാട്ടിലെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? നിസ്കരിക്കൂല, നിസ്കരിച്ച ഔലിയാവൂല, നിസ്കരിക്കാതിരിക്കണം. നമ്മുടെ നാട്ടിലെ ഔലിയ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാതിരിക്കണം. നിസ്കരിച്ചേ അവര് പെരിയ ഔലിയ, നിസ്കരിക്കக்கூടാതെ എന്നൊക്കെ പറയാം. തമിഴ്നാട്ടില് നിസ്കരിക്കാൻ പാടില്ല, ഔലിയാണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഹറാമുകളൊക്കെ ചെയ്യും. അപ്പൊ എന്താ ഹറാമല്ലേ? ഔലിയാണ്, പറയാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഔലിയ എന്ന് പറഞ്ഞത് ചിലപ്പോ കുളിക്കൂല, കുളിക്കാതെ ഇങ്ങനെ ജട പിടിച്ച് പൊടി പിടിച്ച് ഡ്രസ്സൊന്നും മാറ്റാതെ ഡ്രസ്സ് അലക്കാതെ അങ്ങനെ, ചിലപ്പോ ഡ്രസ്സ് ഇടൂല, ചിലപ്പോ ഡ്രസ്സ് ഇടൂല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഔലിയ എന്ന് പറയുന്നത്. എന്താ വലിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു മനുഷ്യൻ എപ്പോഴാണ് അള്ളാഹുവിന്റെ വലിയായി തീരാ? അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഒരാൾ എപ്പോഴാണ് അള്ളാഹുവിന്റെ വലിയായി തീരുന്ന പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്താ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ബാർക്കമാലോത്തരാണ്. ആയത്തുകൾ എന്തെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടോ? സൂറത്തുൽ യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് അള്ളാഹുവിന്റെ വലിയ അള്ളാഹ് തന്നെ പഠിപ്പിച്ചു തരുന്നു.
അള്ളാഹുവിന്റെ വലിയാരെന്ന് അള്ളാഹ്ക്കല്ല ഏറ്റവും നന്നായി അറിയാം. അള്ള പഠിപ്പിച്ചിരുന്നെന്താ? സൂറത്ത് യൂനുസിൽ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിഞ്ഞുകൊള്ളുക, തീർച്ചയായും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒന്നും പേടിക്കേണ്ടി വരൂല, സങ്കടപ്പെടേണ്ടി വരൂല. നമുക്കറിയാം. എന്നിട്ട് ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ശരിയായ വിശ്വാസവും തഖ്വയുമുള്ള ആളുകൾ. ശരിയായ വിശ്വാസവും തഖ്വയും. എന്താ ശരിയായ വിശ്വാസം പറഞ്ഞെന്താ? ജാറത്തിന്റെ അടുത്ത് പോയി ഉപകാരം കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത് ശരിയായ വിശ്വാസ. എന്ത് ശരിയായ വിശ്വാസത്തിന് മാനദണ്ഡം എന്താ? നമുക്ക് നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് പരിശോധിക്കാൻ എന്താ എന്തെങ്കിലും വഴിയുണ്ടോ? ദീനില് ഉണ്ടോ? നാട്ടിലെല്ലാവരും വിശ്വസിക്കുന്ന വിശ്വാസം ശരിയായ വിശ്വാസം അങ്ങനെയാണോ? ഭൂരിഭാഗം അല്ലെ, നറുക്കിട്ടിട്ട് ഏറ്റവും കൂടുതൽ പേര് വിശ്വസിക്കുന്നത് ശരി അങ്ങനെയാണോ? എങ്ങനെ ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല മാനദണ്ഡം എന്താ? എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ ദീനില്? തൂക്കി നോക്കാൻ ഒരു മീസാൻ ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം പറഞ്ഞിട്ട് ഞാനിതിങ്ങനെ തൂക്കി നോക്കാണ് ശരിയായ വിശ്വാസം. അങ്ങനെ തൂക്കി നോക്കാൻ എന്തെങ്കിലും ഒരു മീസാൻ ദീനിലുണ്ടോ? ഇല്ലേ. അപ്പൊ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം ഒരാളുടെ വിശ്വാസം ശരിയാണോ? പഠിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹ് പറയുന്നത് ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലായി. അപ്പൊ ആരുടെ വിശ്വാസമാണ് ശരിയായ വിശ്വാസം? അതാണ് മാനദണ്ഡം. നമുക്കുള്ള മീസാൻ അതാണ്. നമ്മുടെ വിശ്വാസം തൂക്കി നോക്കേണ്ടത് ഇതുമായിട്ടാണ്. അതുമായിട്ട് തൂക്കി നോക്കുമ്പോൾ കനം ഒത്തു വരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തെറ്റാണ്. തെറ്റാണ്. എത്ര കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ വിശ്വാസം വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ വിശ്വാസം തെറ്റാണ്, ശരിയായിട്ടില്ല. നമ്മളുടെ വിശ്വാസത്ര വലിയ ആ പണ്ഡിതൻ, ഈ ഷെയ്ഖ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ വിശ്വാസം തെറ്റാണ്. നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസമാകുന്നത് സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ ആകുമ്പോഴാണ് എന്ന് അള്ളാഹ് പഠിപ്പിച്ചതാണ് സൂറത്തുൽ ബഖറയിൽ. ആ സ്വഹാബത്തിന് വിശ്വാസം ഉണ്ടായിരിക്കുമ്പോൾ പിന്നെയോ കഴിഞ്ഞില്ല. വകാനു യത്തഖൂൻ. തഖ്വ പാലിക്കും. എന്താ തഖ്വ എന്ന് പറഞ്ഞാ? എന്താ തഖ്വ? ഹറാമുകൾ ചെയ്യാതിരിക്കുക, വാജിബുകൾ പൂർത്തീകരിക്കുക. ഇതാണ് തഖ്വ. ഹറാമുകൾ ചെയ്യാതിരിക്കുക, ഒഴിവാക്കുക, വാജിബുകൾ പൂർത്തീകരിക്കുക. ഇതാണ് തഖ്വ. അപ്പൊ ഹറാമ് ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിന്റെ വലിയാണോ? ആണോ? അപ്പൊ നമ്മൾക്കൊക്കെ ഹറാമ് പറ്റുന്നില്ല, നമ്മളൊക്കെ അള്ളാഹുവിന്റെ വലിയാവും. അബൂബക്കർ റളിയല്ലാഹു ഹറാമ് ചെയ്തു പോയിട്ടില്ല, തെറ്റുകൾ പറ്റി പോയിട്ടില്ലേ? അപ്പൊ അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അള്ളാഹുവിന്റെ വലിയാവാ? ഹറാമ് ചെയ്യാത്തവരാണ് അള്ളാഹുവിന്റെ വലിയാവുള്ളൂന്നെങ്കിൽ മനുഷ്യന്മാരിൽ വലിയില്ല. മനുഷ്യന്മാരിൽ വലിയില്ല. പലരും വിചാരിക്കും ഞാൻ ഇത്രയൊക്കെ തെറ്റുപറ്റിപ്പോയി, എനിക്കെങ്ങനെ അള്ളാഹുവിന്റെ വലിയാവാൻ സാധിക്കാന്നൊക്കെ പലരും വിചാരിക്കും. ഹറാമ് ചെയ്യാത്തവരെ വലിയാകുള്ളൂ എങ്കിൽ അള്ളാഹുവിന് വലിയില്ല. മനുഷ്യന്മാർ, മലക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ വലിയായിട്ട്. ചുരുക്കി പറഞ്ഞാൽ വേഗം ശ്രദ്ധിക്കണേ, വിശദീകരിച്ച് പറയാൻ സമയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരില്ലെന്ന് പഠിപ്പിച്ചെന്ന ചില പാപങ്ങളുണ്ട്. ദീനിന്ന് പുറത്തു എന്ന് പഠിപ്പിച്ചെന്ന പാപം, അതിന് മൊത്തത്തിൽ കുഫർ എന്നാ പറയും, നവാഖിദുൽ ഇസ്ലാം എന്നൊക്കെ പറയും. ഈ കാര്യങ്ങൾ, ദീനിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഇല്ല. ഒരാളുടെ ജീവിതത്തിൽ ഇല്ല. അതുപോലെ തന്നെ പടപ്പുകൾ തമ്മിലുള്ള ഹക്കുകൾ, എന്താ പറയാ, കടം കൊടുക്കാനുണ്ട്, അങ്ങനത്തെ ഒരുപാട് വിഷയം അള്ളാഹ് വിട്ടു തരൂല. അതൊന്നും അള്ളാഹ് വിട്ടു തരൂല. നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിച്ചത്, തട്ടിച്ചെടുത്തത്, നമ്മൾ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചത്, പരിഹസിച്ചത്, ഇങ്ങനെ പലതരത്തിലുള്ള ഗീബത്ത്, അങ്ങനെ പലതരത്തിൽ ഇത് പരമാവധി വിട്ടു നിൽക്കുന്ന വെച്ചാൽ ഇത് പറ്റിപ്പോയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം? പറ്റിപ്പോയാൽ ഉടനെ തന്നെ തൗബ ചെയ്യുന്ന ഒരാൾ, ആ ഹക്കുകൾ കൊടുത്ത് വീട്ടി ക്ലിയർ ആക്കുന്ന ഒരാൾ, പടപ്പുകൾ തമ്മിലുള്ള ഹക്കുകൾ കൊടുത്ത് വീട്ടി ക്ലിയർ ആക്കുന്ന ഒരാൾ, പിന്നെ ബാക്കിയുള്ള തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുന്ന ഒരാൾ, ആ തെറ്റുകൾ പരസ്യപ്പെടുത്താതിരിക്കുന്ന ഒരാൾ, ആ തെറ്റിനെ നിസ്സാരവൽക്കരിക്കാത്ത ഒരാൾ, ഇങ്ങനൊരാൾ അള്ളാഹുവിന്റെ വലിയ.
ഇങ്ങനെ ഒരാൾ അള്ളാഹുവിന്റെ വലിയ. ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരില്ല, ദീനിന്ന് പുറത്തു പോകും എന്ന് പഠിപ്പിച്ചെന്ന വിഷയങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കുക വേണം, വേറെ നിവൃത്തിയില്ല. അതെല്ലാം ജീവിതത്തിൽ വരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ, നമുക്കും റബ്ബിന്റെ മറ്റ് പടപ്പുകൾക്കും ഇടയിലുള്ള ഹക്കുകൾ ഒന്നും ബാക്കി വെക്കാത്തവരാണ്. അവരുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ഹറാമുകളുണ്ട്. ഗീബത്ത് പറയാ, നമീമത്ത് പറയാ, കള്ളസത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതും പഠിക്കണം. ഇതൊക്കെ ഈ ഹക്കുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് വീട്ടി ആ ഭാഗം ക്ലിയർ ആക്കുന്നവരാണ്. പിന്നെ ബാക്കിയുള്ള തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുക, എല്ലാ തെറ്റുകളും പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുക. അതുപോലെ തന്നെ ആ തെറ്റുകൾ പരസ്യപ്പെടുത്താതിരിക്കുക. എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ രഹസ്യമായി തന്നെ ഒന്ന് പരസ്യപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ ഒരു തെറ്റിനെ നിസാരവൽക്കരിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിന്റെ വലിയ. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിന് ബാക്കിയുള്ള വാജിബുകൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ വലിയ. എന്താണ് അള്ളാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ നമ്മളിൽ ഒരാൾ ചെയ്താൽ നമ്മൾ അള്ളാഹുവിന്റെ വലിയ. ആളുകൾ വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണ്, അത് അങ്ങനെ നമുക്കൊന്നും ആവാൻ പറ്റില്ല, അതിങ്ങനെ കുറെ കാലം അങ്ങനെ ചെയ്ത് ഇങ്ങനെ കുറെ എന്തൊക്കെയൊക്കെയോ ആളുകൾ തെറ്റിദ്ധാരണയുണ്ട്. ചിലർ വിചാരിക്കുന്നത് ഇരുട്ടുമുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കുറെ വട്ടം അങ്ങനെ ചൊല്ലി കുറെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹുവിന് വലിയാവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ആളുകൾക്കിടയിലുണ്ട്. വലിയാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അത് നമുക്കും സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ വലിയകൾ ചുരുക്കി പറഞ്ഞാൽ വാജിബുകൾ പൂർത്തീകരിക്കുന്ന ആളുകളായിരിക്കും. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഇനി അത് പറ്റിപ്പോയതിനുടനെ തന്നെ തൗബ ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരു വിശ്വാസം, ശരിയായ വിശ്വാസവും ആയിരിക്കും. ഇവരാണ് ഔലിയാക്കൾ. ഈ ഔലിയാക്കളിലാണ് എന്തുണ്ടാവുക? കറാമത്തുകൾ ഉണ്ടാവുക. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഓടിപ്പോയിട്ട് അമ്മാലെ വലിയാണേ കറാമത്താണെന്ന് കൊണ്ട് പോരുത്. ശ്രദ്ധിക്കണേ. നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യം കാണുമ്പോൾ ഉടനെ തന്നെ ഓടിപ്പോയിട്ട് ഇത് വലിയ കറാമത്താണ്, അള്ളാഹുവിന്റെ വലിയാണെന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിക്കാൻ നിൽക്കരുത്. അത് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വ്യക്തിയിലേക്ക് നോക്കുക. വിശ്വാസം എന്താണ്? സ്വഹാബത്തിന്റെ വിശ്വാസമാണോ? ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് അള്ളാഹുവിന്റെ വലിയല്ല. മനസ്സിലാവും. അള്ളാഹുവിന്റെ വലിയകൾക്ക് മാത്രമേ ഇങ്ങനെ ഇങ്ങനെ സാധാരണ നടക്കാത്ത കാര്യങ്ങൾ നടക്കുള്ളൂ എന്നില്ല. ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് മാത്രമേ ഇങ്ങനെ സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ശൈത്താന്റെ വലിയകൾക്കുണ്ടാവും. ഉണ്ടാവും. ആകാശത്തു കൂടെ പറക്കുക, വെള്ളത്തിൽ കൂടെ നടക്കുക, തീ കൂടെ നടക്കുക, ചുട്ട കോഴിയെ പറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നാട്ടിൽ. ഇതൊക്കെ ശൈത്താന്റെ വലിയകൾക്കും പറ്റും. എന്തിനാ അങ്ങനെ ചെയ്യിക്കുന്നത്? ശൈത്താൻ ആ വ്യക്തിയിലൂടെ ഈ കഴിവ് പ്രകടിപ്പിക്കുന്നത് എന്തിനാ? ഇവൻ അള്ളാഹുവിന്റെ വലിയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ച് ഇവന്റെ ശിർക്ക് ഖുറാഫാത്തുകളിൽ അവർ വീഴാൻ. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ആളുകൾ കണ്ടാൽ ആദ്യം നോക്കേണ്ട അവന്റെ വിശ്വാസം, സ്വഹാബത്തിന്റെ വിശ്വാസമാണോ? അല്ലെങ്കിൽ തന്നെ അവിടെ തന്നെ അത് പോയി. രണ്ടാമത്തെ കാര്യം, ഇവൻ ഹറാമുകൾ വിട്ടു നിൽക്കുന്ന എത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നുണ്ട്, വാജിബുകൾ പാലിക്കുന്ന എത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. ഇത് നടന്ന് നോക്കിയാൽ മതി. അല്ലേ? ഔലിയാക്കളെന്ന് പറയുന്ന ആൾക്കാർ നിസ്കാരം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അല്ലെ? CM മടവരെ പറ്റി പറയുന്നത് കേട്ടിട്ടില്ലേ? അവരുടെ മുരീദന്മാർ അവരുടെ കിതാബുകൾ വലിയ മദ്ഹായി കൊണ്ട് എഴുതണത്, ഞങ്ങളുടെ ഷെയ്ഖുന, മടവൂർ ഷെയ്ഖുന റമദാനിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കുന്നവരെ നോമ്പ് മുറിപ്പിക്കാറുണ്ട്. ഇയാൾ എങ്ങനെ വലിയാവുക? ആ വലിയായിരിക്കും ഷെയ്ത്താന്റെ. അള്ളാഹുവിന്റെ വലിയാവൂല. ഒരു സംഭവം മാത്രം, കാര്യം മനസ്സിലാൻ വേണ്ടി മാത്രം. നമ്മൾ ഇന്ന് നമ്മളെ നാട്ടിൽ പറയുന്ന അബ്ദുൽ ഖാദർ ജീലാനി, ഷെയ്ഖ് മൊഹീദ്ദീൻ ഷെയ്ഖ്. ഈ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നൊരു സംഭവമാണ്. പക്ഷെ നമുക്ക് ഈ വിഷയത്തിൽ വളരെയധികം നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രം പറയാൻ ദീർഘിപ്പിക്കുന്നില്ല. മൊഹീദ്ദീൻ ഷെയ്ഖ് ഇതുപോലെ
ഒരു വിജനമായ സ്ഥലത്ത് ഒരു മരുഭൂമിയിൽ ഇങ്ങനെ നടന്നു, ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല, മുൻപിലും പിൻപിലൊന്നും ആരുമില്ല. മൊയ്തീൻ ശേഖ് ഇങ്ങനെ നടന്നു പോകുമ്പോ ആകാശത്തൊരു ശബ്ദം, യാ അബ്ദുൽ ഖാദിർ. അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരതാണ് അബ്ദുൽ ഖാദിർ ജീലാനി. അബ്ദുൽ ഖാദിർ എന്ന ശബ്ദം. ചുറ്റും നോക്കുമ്പോൾ ആരും കാണൂല. വീണ്ടും വിളിക്കുമ്പോൾ നോക്കുമ്പോൾ മുകളിൽ നിന്ന് മേഘത്തിന്റെ ഭാഗത്തുനിന്ന്, മേഘം ഒരു പ്രത്യേക രൂപത്തിലായിട്ട് അവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. ഈ മേഘം പറയുന്ന എന്താ? ഞാൻ അള്ളാഹു ആണ്. അബ്ദുൽ ഖാദിറെ, ഞാൻ അള്ളാഹു ആണ്. നിന്റെ ഇബാദത്തിൽ കണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിന്നിൽ തൃപ്തനായിരിക്കുന്നു. ഇനി മുതൽ നിനക്ക് ഒരു ഹറാമും ഹറാമല്ല. ഇനി മുതൽ നിനക്കൊരു ഹറാമും ഹറാമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാഹ് അദ്ദേഹം അഹ്ലുസ് സുന്നത്തിന്റെ സലഫി പണ്ഡിതൻ നമുക്ക് പറയാൻ പറ്റുന്ന പണ്ഡിതനാണ്. സ്വഹാബത്തിന് വിശ്വാസമുള്ള ആളാണ്. അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ഇഖ്സ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുവെ നീ തൊലഞ്ഞു പോകട്ടെ. അപ്പൊ ശൈത്താൻ അത്ഭുതത്തോടെ തിരിച്ചു ചോദിക്കുകയാണ്, എന്താ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ രൂപത്തിലേക്ക് വന്നിട്ടും ഇങ്ങനെയൊക്കെ ട്രിക്ക് ചെയ്തിട്ടും അതൊക്കെ പയറ്റിയിട്ടും ഞാൻ ശൈത്താനാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കും. അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാഹ് പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്ന അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹറാം പോലും ആ റസൂലിനെ ഹലാലാക്കിയിട്ടില്ല. പിന്നെങ്ങനെ അബ്ദുൽ ഖാദിറിനെ ഹലാലാക്കുക എന്ന് ചോദിക്കും. അപ്പൊ ശൈത്താൻ തിരിച്ചു പറയുന്നത് എന്താ അറിയോ? ശ്രദ്ധിക്കണേ. ശൈത്താൻ അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാഹ് തിരിച്ചു പറയുന്നത്, അബ്ദുൽ ഖാദിറെ ഇൽമുള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇതേപോലെ ഞാൻ ഈ തന്ത്രം പയറ്റിയിട്ട് തന്നെ നിനക്ക് മുമ്പ് 70 ആബിദീങ്ങളെ വഴിതെറ്റിച്ചിട്ടുണ്ട്. ഞാൻ 70 ആബിദീങ്ങളെ ഞാൻ വഴിതെറ്റിച്ചിട്ട് അവര് വിചാരിക്കേണ്ട ഇത് അള്ളയാണ് അല്ലെ, അള്ള ഇങ്ങനെ പറയാണ്, പിന്നെ കഴിഞ്ഞു ഹലാസ്. അവര് പിന്നെ ഓടിപ്പോയിട്ട് എല്ലാ ഹറാമും ചെയ്യും. പിന്നെ കാരണം പിന്നെ അവർക്കൊരു ഹറാമും ഹറാമല്ല, അള്ളയാണല്ലോ പറയും എന്നവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ 70 ആബിദീങ്ങളെ ഞാൻ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് ശൈത്താൻ അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാഹ് പറയുന്ന സംഭവം. ആറാമത്തെ കാര്യം കഴിഞ്ഞ, അവസാനത്തെ കാര്യം അതെന്താണ്? ആറാമത്തെ കാര്യം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും നമ്മൾക്ക് വളരെയധികം എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഖുർആനും സുന്നത്തും നമ്മൾക്ക് വളരെയധികം, ആളുകളുടെ വിചാരം ഖുർആനും സുന്നത്തുവാ നമ്മളാ, അങ്ങനൊന്നും പറ്റില്ല, നമുക്ക് അങ്ങനെ പഠിക്കാനൊന്നും പറ്റില്ല, നമ്മൾ വായിക്കാനൊന്നും അർത്ഥമൊന്നും നമുക്കിങ്ങനെ അങ്ങനൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റില്ല, അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർക്ക് പറ്റുന്നതാണ് എന്നൊക്കെ എന്ത് ചെയ്യും ആൾക്കാർ പറയും. എന്നിട്ട് ഇവര് ഖുർആൻ വായിക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് പഠിക്കുകയും തഫ്സീർ വായിക്കുകയും ഒന്നും ചെയ്യും. ചില ആളുകളുടെ തലയിൽ കയറി കൂടിയിട്ടുള്ള ഒരു വലിയൊരു അബദ്ധമാണെന്ത്? ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ എന്തോ പ്രയാസമുള്ള വലിയ എന്തൊരു കാര്യം. അള്ളാഹ് പറഞ്ഞെന്താ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ചിന്തിക്കുന്നവർക്ക് എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ ആക്കിയിട്ടുണ്ട്. ആരെങ്കിലും ചിന്തിക്കുന്നവരുണ്ടോ? അള്ളാഹ് ചോദിക്കണം. അത്ര എളുപ്പമാക്കിയിട്ടുണ്ട് ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുന്നവർക്ക് എളുപ്പത്തിനാക്കിയിട്ടുണ്ട്. അള്ളാഹ് ഖുർആൻ ഇറക്കിയത് തന്നെ അതിനെപ്പറ്റി ഉറ്റാലോചിക്കാൻ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയ, അതിന്റെ ആയത്തുകളെ പറ്റി വിശദമായി ഉറ്റാലോചിക്കാൻ അള്ളാഹു ഈ ഖുർആൻ ഇറക്കിയതാണ്. അപ്പൊ അങ്ങനെ ഇറക്കുമ്പോ ഒരിക്കലും അള്ളാഹ് കഷ്ടമാക്കിയിട്ട് ഇറക്കും. പിന്നെ എങ്ങനെ ചിന്തിക്കാൻ കഴിയാം? ശരിയാണ്, നമുക്കും അതിനും ചിന്തിക്കുന്നതിനിടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ അറബികളല്ല. അപ്പൊ ആ തടസ്സങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ മറികടക്കണം, നമ്മുടെ ബാധ്യതയാണ്. ആ തടസ്സങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറികടക്കണം, നമ്മുടെ ബാധ്യതയാണ്. ആ തടസ്സങ്ങൾ മറികടക്കാൻ നമുക്ക് സ്വഹാബത്ത് ഇൽമു കരസ്ഥമാക്കാൻ എങ്ങനെയാ? അവർക്കൊരായത്ത് പഠിച്ചാൽ ഒരു ഇൽമു കൂടുതൽ കിട്ടി. അവർക്കൊരായത്ത് പഠിച്ചാൽ ഒരു ഇൽമു കൂടുതൽ കിട്ടില്ലേ? സ്വഹാബത്തിനെ പറ്റി, അങ്ങനെയുള്ള ആളുകളെ പറ്റി അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആളുകളോട് പറയും, ഇഖ്റ വർത്തഖി, നീ ഓതുക, ഓതുന്നതിനനുസരിച്ച് ഉയർന്നുകൊണ്ടേയിരിക്കാൻ പറയും. ഓരോ ആയത്ത് ഓതുമ്പോഴും സ്വർഗത്തിന്റെ ഓരോ പദവികൾ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. എന്തിന്റെ അർത്ഥം? സ്വർഗത്തിലെ പദവികൾ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. ഇൽമ കൂടുന്നതിനനുസരിച്ച് ദർജകൾ കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഇൽമ എങ്ങനെയാ? ഖുർആന്റെ ആയത്തുകൊണ്ട് ഇൽമ കൂടുന്ന എങ്ങനെയാ? സ്വഹാബത്ത് എങ്ങനെയാണ്? സ്വഹാബത്തിന്റെ ഇൽമ ഒരായത്ത് കൂടുതൽ പഠിച്ചാൽ ഒരു ഇൽമ കൂടുതൽ കിട്ടി. അങ്ങനെയാണ്. നമുക്കങ്ങനെ ആകാത്ത എന്തുകൊണ്ടാ? നമുക്കും ഖുർആനും ഇടയിൽ പല തടസ്സങ്ങളുണ്ട്. അറബി ഭാഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
ആ തടസ്സങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം, നമ്മുടെ ബാധ്യതയാണ്. ആ തടസ്സങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നീക്കം ചെയ്യണം. അറബി ഭാഷ പഠിക്കുക പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും പ്രയാസമുള്ള കാര്യം വളരെ നമ്മളിപ്പോ പല ആളുകൾ, നമ്മളൊന്നും ഇംഗ്ലീഷുകാരില്ല, പക്ഷെ ഇംഗ്ലീഷ് ഭാഷ പല ജോലിന്റെ ആവശ്യത്തിന് ദുനിയാവിന്റെ പല സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഈ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന്റെ എത്രയോ ശതമാനം വളരെ പ്രയാസം കുറവുള്ളൊരു ഭാഷയാണ് എന്ത്? അറബി ഭാഷ. വളരെ സിമ്പിളായി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഭാഷ, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഷ. ഖുർആനിലാണെങ്കിൽ പ്രത്യേകിച്ചും ചില വാക്കുകൾ കുറെ തവണ ആവർത്തിച്ചു വരുന്ന വാക്കുകളുണ്ട്. ആ ഒരു വാക്കിന്റെ അർത്ഥം ഒരു തവണ പഠിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിലേക്ക് എത്താൻ തടസ്സമാകുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മറികടക്കേണ്ടതുണ്ട്. നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ചെയ്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്? ഖുർആൻ കൊണ്ട് ഉപകാരമെടുക്കുന്ന ആളുകളെ, ഖുർആൻ ഓതുമ്പോൾ ഈമാൻ വർദ്ധിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഖുർആൻ ഇറക്കിയത്. ഖുർആൻ ഓതുമ്പോൾ ഈമാൻ വർദ്ധിക്കുക, അതിലെ എന്താ പറയുക ഗുണപാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അതിലെ സ്വർഗത്തെ പറ്റിയുള്ള ആയത്തിൽ കേൾക്കുമ്പോൾ അതിലൂടെ പ്രതീക്ഷ വർദ്ധിക്കുക, ആഗ്രഹം വർദ്ധിക്കുക, അതിലൂടെ കൊതി ഉണ്ടാവുക. നരകത്തെ പറ്റിയുള്ള ആയത്തിൽ കേൾക്കുമ്പോൾ പേടി വരിക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഖുർആൻ ഇറക്കിയത്. അതുപോലെ തന്നെ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള വിഭാഗങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുക, നബിമാരുടെ ചരിത്രങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഖുർആനിന്റെ ആളാവുക. ശ്രദ്ധിക്കണം. ഞാൻ ഖുർആൻ കുറെ ഖത്തം തീർക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, നീട്ടി മണിച്ചൊക്കെ ഓതുന്നുണ്ട്, കുറെ ഹിഫദാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെയൊന്നും ചെയ്താൽ ഇതൊക്കെ നല്ല തന്നെയാണ്, ഞാൻ തെറ്റാണെന്നൊന്നുമല്ല, നിരുത്സാഹപ്പെടുത്തുന്നല്ല. പക്ഷെ ഇത്രയും വരെ നിർത്തിയാൽ പോരാ, നമുക്ക് ഇത്രയും പോരാ. നമുക്ക് ഇനിയും ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് കടന്ന് ഖുർആൻ ശരിക്കും അതെന്തിനാണോ അവതരിപ്പിച്ചത് ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് നമുക്കാകാൻ സാധിക്കേണ്ടതുണ്ട്. അത് ഖുർആനും സുന്നത്തൊക്കെ അങ്ങനെ തന്നെ, ഖുർആനും സുന്നത്തൊക്കെ അങ്ങനെ തന്നെ. എന്നിട്ട് ഈ ഖുർആനാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഉസ്താദ് പറഞ്ഞു അങ്ങനെ ചെയ്തു അല്ലേ? നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? എന്താ ഉസ്താദ് ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ആ പണ്ഡിതൻ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ല ഞാൻ ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണല്ലോ വായിച്ചത്, അല്ലെങ്കിൽ പരിഭാഷ ഞാൻ ഇങ്ങനെയാണല്ലോ കണ്ടത്, അല്ലെങ്കിൽ ആ തഫ്സീർ ഞാൻ ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കിയത് അല്ലെ? നമ്മൾ വേറെ ആരെങ്കിലും എന്ത് ചെയ്യണം? ഡിപ്പെൻഡ് ചെയ്യണം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, അതൊരു മോശക്കേടല്ലേ? ആ ഒരു മോശത്തെ നമ്മൾ ആലോചിച്ച് നോക്കിയേ. അതൊരു അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എളുപ്പത്തിൽ ഖുർആൻ സുന്നത്ത് അവതരിപ്പിച്ചിട്ട് നമുക്കത് മനസ്സിലാകാൻ നമ്മൾ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, അത് മോശത്തരല്ലേ? അല്ലേ? ഏറ്റവും നല്ലതെന്താ? ഖുർആൻ സുന്നത്ത് നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് നോക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു കാര്യം ഹറാമാണ് ചോദിക്കുമ്പോൾ ഖുർആൻ സുന്നത്ത് നോക്കുന്നു, ഹറാമാണെങ്കിൽ ഹറാമെന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ? അതാകാൻ എളുപ്പമാണ്, പ്രയാസമുള്ള കാര്യമില്ലാന്ന്. അങ്ങനെ ആകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ആകാൻ ഒരു വഴിയുണ്ട്, ഒരു രീതിയുണ്ട്. ഇങ്ങനെ പഠിക്കണം, ചില കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് ആദ്യം പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ആദ്യം, എന്നിട്ട് അത് ആ രൂപത്തിൽ ഉറച്ചു നിൽക്കുക. ആ രൂപത്തിൽ പെട്ടെന്ന് കിട്ടൂല, 1-2 ദിവസം കൊണ്ടോ 2-3 മാസം കൊണ്ടോ പെട്ടെന്ന് കഴിയൂല. കുറച്ച് ആ ഒരു ലക്ഷ്യം നിറവേറുന്നത് വരെ ആ ഒരു പാതയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ രൂപത്തിലാവാൻ സാധിക്കും, ഈ രൂപത്തിൽ ആവാൻ സാധിക്കും. അതുവരേക്കും നിങ്ങൾക്കിപ്പോ എന്താ പറയാ, പല ആളുകളെ ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം. ഫസ്അലു അഹ്ല ദിക്രി. എനിക്ക് അവര് പറഞ്ഞു തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവര് ഹറാമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹറാമാണ്, അവർ വാജിബാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നവരെ നിർബന്ധം, വേറെ നിവൃത്തിയില്ല. അള്ളാഹ് കൽപ്പിച്ച നമുക്ക് ആ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ ചെയ്യണം, വേറെ നമുക്ക് നിവൃത്തിയൊന്നുമില്ല. അതിനാണ് എന്ത് പറയാ? അതിനാണെന്ത് പറയാ? തഖലീദ് എന്ന് പറയും. അതിനാണ് എന്ത് പറയാ? തഖലീദ്. ഒരാൾ പറഞ്ഞതിന് അങ്ങനെ തന്നെ എന്ത് ചെയ്യാ? അനുസരിക്കുക, അങ്ങനെ തന്നെ പിന്തുടരാം. കല്ലത പറഞ്ഞാൽ കഴുത്തിൽ എന്ത് ചെയ്തു? കടിഞ്ഞാൻ ഇട്ടു എന്നാ. കല്ലത പറഞ്ഞാൽ
ഈ മൃഗങ്ങളെ കടിഞ്ഞാനിട്ട് തളിച്ചു കൊണ്ടുപോയാൽ നമ്മൾ എങ്ങോട്ട് തളിക്കുന്ന അങ്ങോട്ട് പോകും. നമ്മളൊരു പശുവിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയാലും നമ്മൾ എങ്ങോട്ടാണോ വലിക്കുന്നത് പശു അതിന് പിന്നാലെ വരും. അതേപോലെ നമ്മളൊരാൾ പിന്നാലെ എന്ത് ചെയ്യണം, പോവാണ്. അയാൾ പോകുന്നത് ശരിയായ വഴിയിലാണോ, അബദ്ധത്തിലേക്കാണോ, അപകടത്തിലേക്കാണോ, നമുക്കൊന്നും അറിയില്ല. നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത് ഇപ്പോ ഈ ഒരു അവസ്ഥ വേറെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് നിവൃത്തിയില്ല. പക്ഷെ ഈ ഒരു അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളൊരിക്കലും എനിക്കിങ്ങനെ തന്നെ തുടർന്നാൽ മതി എന്നൊരു ആഗ്രഹം നമുക്ക് പാടില്ല. നമുക്ക് ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കണം. അല്ലെ, മദ്ഹബുകളൊക്കെ പിന്തുടരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. മദ്ഹബിൽ എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ പോവും. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ചിലപ്പോ ഇവിടെ ഹനഫി മദ്ഹബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഷാഫി മദ്ഹബ് ഉണ്ടാവും. അത് ഏതെങ്കിലും മദ്ഹബിനെ പിന്തുടരുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ മദ്ഹബിലെ ഏതെങ്കിലും ഒരു മസല അത് ഹദീസുകൾക്ക് അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകൾക്ക് എതിരാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെയും ഇത് മദ്ഹബ് ഇങ്ങനെയാണല്ലോ, ഹനഫി മദ്ഹബിൽ ഇങ്ങനെയാണല്ലോ, ഞങ്ങളുടെ മദ്ഹബ് അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെതിരാകാൻ പാടില്ല. അതിനെതിരാകാൻ അല്ലാതെ ഇപ്പൊ ഏത് മദ്ഹബ്, ഹനഫി മദ്ഹബ് ആണെങ്കിലും ഷാഫി മദ്ഹബ് ആണെങ്കിലും നാലിൽ ഏത് മദ്ഹബ് നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. അല്ലെ, അത് തെറ്റില്ല. ആ മദ്ഹബുള്ള കിതാബുകൾ വായിക്കാനോ പഠിക്കാനോ ഒന്നും തെറ്റുള്ള കാര്യങ്ങളൊന്നല്ല. പക്ഷെ തെളിവ് കൃത്യമായി നമുക്കതിനെതിരാണെന്ന് മനസ്സിലാക്കിയ ഒരു വിഷയം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ മദ്ഹബാണെന്ന് പറഞ്ഞാൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ പാടില്ല. അതാണ് വിലക്കപ്പെട്ട കാര്യം. അതാണ്. മറ്റേ തക്കലീത് നമ്മൾ പണ്ഡിതന്മാരോട് ചോദിച്ച് ചെയ്യുന്നത് അതും തക്കലീത് തന്നെയാണ്. പക്ഷെ അത് നമുക്കിപ്പോ നിവൃത്തിയില്ലാതെ സാഹചര്യം കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിൽ തന്നെ തുടരാൻ പാടില്ല. അതിൽ തന്നെ തുടരാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് ഖുർആൻ സുന്നത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഇത് പറയുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, നേരെ തെറ്റിദ്ധരിക്കും. ഇവരെന്താ പണ്ഡിതന്മാരില്ലാണ്ട് ഖുർആൻ സുന്നത്ത് നേരിട്ട് അറിവെടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാര് അല്ലേ, എന്താ പറയാ, അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞ എന്താ, അദ്ദേഹത്തിന്റെ ശിഷ്യനോട്, അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറഞ്ഞ എന്താ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളൊക്കെ എഴുതി വെക്കുന്ന കണ്ടപ്പോ അദ്ദേഹം ശിഷ്യനോട് പറഞ്ഞത്, നീ എന്റെ അടുക്കൽ നിന്ന് എടുക്കരുത്, ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എടുക്കരുത്, അങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക ദീന്റെ വിധി. ഞങ്ങൾ എവിടെ നിന്നാണോ എടുത്തത് അവിടെ നിങ്ങൾ എടുക്കുക. ഞങ്ങൾ എവിടെ നിന്നാണോ, ഇതിപ്പോ അദ്ദേഹം സ്വന്തം തോന്നിയതുപോലെ പറയല്ലോ, ഖുർആൻ സുന്നത്ത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എവിടെ നിന്നാണോ ഇതെടുത്തത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെടുത്തുകൊള്ളാൻ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിന് ഇമാമിങ്ങളും തഖലീദിനെതിരാണ്. അന്ധമായി തെളിവ് വന്നെത്തിയാലും പിന്നെയും മദ്ഹബ് പറഞ്ഞ് പിന്തുടരുന്നതിന് 4 മദ്ഹബിന് ഇമാമികളും എതിരാണ്. അപ്പൊ നമ്മൾ അവര് പറഞ്ഞത് എന്താ, അവരെ പോലെ ആകാൻ നമുക്ക് പറ്റുന്ന അവർ പറഞ്ഞിരുന്നു. അങ്ങനെ പറ്റൂലാന്ന് പറയുന്നത് ആളുകൾ നമ്മളെ പറ്റിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഖുർആൻ സുന്നത്ത്. വളരെ, പക്ഷെ അതിലേക്ക് നമ്മൾ എത്താൻ ചെറിയൊരു കടമ്പയുണ്ട്. ആ കടമ്പ നമ്മൾ എന്ത് ചെയ്യണം, മറികടക്കണം. ഭാഷന്റെ പ്രശ്നം, മറ്റു പല തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മറികടക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും ഖുർആനിന്റെ ശരിയായിട്ടുള്ള ആകാൻ അതിന് നമ്മൾക്ക് വേണ്ട ക്വാളിറ്റികൾ നേരത്തെ പറഞ്ഞു. ആ ക്വാളിറ്റികളൊക്കെ നമ്മളിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും അതിനുള്ള അവസരങ്ങൾ, അതിനൊരുപാട് പഠിക്കേണ്ടതുണ്ട്. കുറെ കാലഘട്ടം ഇല്ലെങ്കിലും ചില ആളുകൾ 3 കൊല്ലം കൊണ്ടൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. അത്രയും മതി. ചിലർ 5 കൊല്ലം. ഓരോരുത്തർ അവരവരുടെ കഴിവിനും താല്പര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇതൊരുപാട് വലിയ മലമറിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഖുർആൻ അത്ര എളുപ്പമാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ അതിന് തക്കതായ സദസ്സുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും എളുപ്പമാക്കി തരികയും അങ്ങനെയുള്ള സദസ്സുകൾ കൃത്യമായി പങ്കെടുക്കുകയും അങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ അത് മാത്രമല്ല പ്രധാനപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ചു, വേറെയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ ചുരുക്കി പറഞ്ഞതാണ്. ഈ 6 കാര്യങ്ങൾ ആരൊന്ന് പറയാം, ഹെഡിങ് മാത്രം, അത് കഴിഞ്ഞിട്ടൊന്നും പോവാം. ഇടയ്ക്ക് ഉറങ്ങിപ്പോയതൊക്കെ ഉണ്ട്, അപ്പോ അവർക്കൊന്ന് ഒരു മുറാജയാകാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 6 കാര്യങ്ങളൊന്ന് വേഗത്തിൽ, അതിന് ഹെഡിങ് മാത്രം.
ബിസ്മില്ലാ. ഒന്നാമത് തൗഹീദ്. ബറക്കല്ലാഹ്. ഭിന്നിക്കാതിരിക്കുക, ദീനിൽ ഭിന്നിക്കാതിരിക്കുക. ബറക്കല്ലാഹ്. മുസ്ലിം ഭരണാധികാരിയെ കേൾക്കനുസരിക്കുകയും ചെയ്യാം. ബറക്കല്ലാഹ്. ആരാണ് ഉലമാക്കൾ എന്നറിയുക, ആരാണ് വലിയ എന്നറിയാം. ബറക്കല്ലാഹ്. ഖുർആനും സുന്നത്തും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ആരെയും തഖലീദ് ചെയ്യാതെ നേരിട്ട് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ബറക്കല്ലാഹു ഫീക്കും. ഒരാളെങ്കിലും ഉറങ്ങാതിരുന്നു. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു ഈ 6 അടിസ്ഥാനങ്ങൾ നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും ഇത്തരം സംസാരങ്ങൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.